ഷലോം. ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ യെരുശലേമിൽ നിന്നും എന്നല്ല പറയേണ്ടത്, ഇപ്പോൾ ടെല്ലവിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ടെല്ലവിയിൽ പോയി ഞാനൊരു ലൈവ് ചെയ്യും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ ടെല്ലവിയിൽ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ മീഡിയാസുകളെല്ലാം തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്ന വാർത്തകൾ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണയെ ജനങ്ങളുടെ ഇടയിൽ എത്തിച്ച് അത് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ടെല്ലവിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം വളരെ രൂക്ഷമാണ്. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇവിടെ ഭീതിയിലാണ്. ഇവിടെ കിടന്ന് കിടുകിട ആടുന്നു. തേങ്ങാക്കുലകൾ ആട് വീഴണോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ട് മീഡിയാസുകളെല്ലാം തന്നെ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യം എന്നുള്ളത് നിങ്ങൾ അറിയണമല്ലോ. അപ്പോൾ ടെല്ലവിയിലേക്ക് നമുക്ക് പോകാം. ടെല്ലവിയിലെ അവിടെ കെട്ടിടങ്ങളെല്ലാം തകർന്നഴിഞ്ഞ് താളടിയായി കിടക്കുകയാണല്ലോ. അവിടെ കെട്ടിടങ്ങൾക്ക് നിലനിൽപ്പില്ല. ഗാസ കിടക്കുന്ന കണക്കാണ് കെട്ടിടങ്ങൾ കിടക്കുന്നത് ടെല്ലവിയിൽ. ഇങ്ങനെയാ പ്രചരണം കേരളത്തിലെ മാധ്യമങ്ങളുടെയൊക്കെ. പിന്നെ എയർപോർട്ട്, പിന്നെ പറയട്ടെ, എയർപോർട്ട് തകർന്ന് തരിപ്പണമാക്കി അങ്ങനെ ഇട്ടിരിക്കുക ടെല്ലവീവ് എയർപോർട്ട്. ഇതൊക്കെയാണല്ലോ മാധ്യമങ്ങൾ പറയുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ടെല്ലവീവ് എയർപോർട്ടൊക്കെ കണ്ടിട്ട് പോകാം. ഇപ്പം ഞാൻ പോകുന്ന വഴിക്ക് ടെല്ലവീവ് എയർപോർട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ടെല്ലവീവ് എയർപോർട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കണ്ടാൽ മതി. മനസ്സിലായോ? അതായത് അതാ പറയുന്നത്, അവിടെ ആരും ഇല്ലല്ലോ പറയാനായിട്ട്. ഇങ്ങനെ വ്യാജ പ്രചരണങ്ങൾ പ്രചരിപ്പിച്ചാൽ പോലും തിരിഞ്ഞു ചോദിക്കാൻ ഒരു മനുഷ്യനും നാദിയും ഇല്ലാത്തത് കൊണ്ട് ഈ പൊട്ടന്മാർ വിചാരിച്ചു, എന്തുവാ, നമ്മൾ പറയുന്നതാണ്, കയ്യൊപ്പുള്ളവൻ കാര്യക്കാരനാണ്, ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തത് കൊണ്ട് ഒറ്റ മനുഷ്യൻ എന്ത് ചെയ്തില്ല, ഒരു കാര്യവും ചോദിക്കത്തില്ല. അപ്പം നമുക്ക് വെച്ചടിച്ചു വിടുന്ന വ്യാജം തന്നെയാണ് സത്യം എന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഞാൻ ടെല്ലവിയിലോട്ട് പോവുകയാണ്. മനസ്സിലായോ? ടെല്ലവിയിൽ പോയി അവിടുത്തെ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടെല്ലവിയിൽ നിന്ന് കത്തുന്നു തേങ്ങാക്കുലയോ മണ്ടരിയോ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ. ബെൻഗുറിയൻ എയർപോർട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ പ്രചരിപ്പിക്കുന്നത്? ബെൻഗുറിയൻ എയർപോർട്ട് തകർന്ന് തരിപ്പണമായി കിടക്കുന്നു. അവിടുത്തെ ഫ്ലൈറ്റുകളെല്ലാം തന്നെ എന്തൊക്കെയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി വൃത്തികെട്ടവന്മാർ വ്യാജ പ്രചരണം പ്രചരിപ്പിച്ച് വെച്ചിരിക്കുന്നത് നോക്കിക്കൊണ്ടേ നിങ്ങൾ. ഇങ്ങനെ വ്യാജം പടച്ചു വിട്ടു കഴിഞ്ഞാൽ റീന എവിടെ ഇല്ല, റീനയ്ക്ക് അറിയത്തില്ല ലൈവ് വരണം, നിങ്ങളെ കാണിക്കണം എന്നെല്ലാം. ലൈവ് വന്ന് നിങ്ങളേക്ക് ഇതൊക്കെ കാണിച്ചു തരണമെന്ന് റീനയ്ക്ക് അറിയത്തില്ല. അപ്പോൾ റീന ലൈവിൽ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഓക്കെ, ബെൻഗുറിയൻ എയർപോർട്ട് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. ആ ബെൻഗുറിയൻ എയർപോർട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് ഞാൻ ലൈവിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ടെല്ലവിയിലോട്ട് പോകുന്ന വഴി എന്ന് പറയുന്നത്. വണ്ടി വാഹനങ്ങളെല്ലാം പോകുന്നത് ഓക്കെ. നിങ്ങൾക്ക് എയർപോർട്ട് ഇതേ കാണുന്നതാണ് ടെല്ലവീവ് ബെൻഗുറിയൻ എയർപോർട്ട്. സുടുക്കൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കത്തി നാമാവിശേഷമായി എന്ന് പറയുന്ന ജലാൽ ഞാൻ കാണിച്ചു തരാം പ്രിയ സഹോദരങ്ങളെ. ഓക്കെ, കാണിക്കാം. കാണു കുറച്ച് അങ്ങോട്ട് പോകട്ടെ. ഓക്കെ. നിങ്ങൾക്ക് എയർപോർട്ട് ഫ്ലൈറ്റ് വെക്കുന്നത് ഒരു മിനിറ്റ്. ഇപ്പുറത്തെ സൈഡിൽ പോയാലേ ഉള്ളത് കൊണ്ടാണ്. എയർപോർട്ടിൻ്റെ യഥാർത്ഥ വശത്തിലൂടെ നമ്മൾ വരികയാണ്. ഇതാണ് എയർപോർട്ട് റോഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഈ കാണുന്ന ഫുള്ളും എയർപോർട്ടിൻ്റെ പ്ലേസുകളാണ് ഈ കാണുന്നത് മുഴുവൻ. ഫ്ലൈറ്റ് കണ്ടോ? ഫ്ലൈറ്റ് കാണാവോ നിങ്ങൾക്ക്? ഫ്ലൈറ്റുകൾ കാണാമല്ലോ.
ലൈറ്റുകൾ ഇട്ടിരിക്കുന്നുണ്ടല്ലോ. ഈ എയർപോർട്ടാണ് തകർന്ന് നശിച്ച് പണ്ടാരടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കൽ. ഇതാണ് എയർപോർട്ടിന്റെ പ്രധാന ടെലവീവ് എയർപോർട്ട്. മനസ്സിലായോ? ഇതാണ് ഇസ്രായേലിന്റെ ടെലവീവ് എയർപോർട്ട്. എയർപോർട്ട് തകർന്ന് പണ്ടാരമടങ്ങി എന്ന് പറഞ്ഞിട്ട് കള്ള മാധ്യമങ്ങൾ നിങ്ങൾക്ക് വ്യാജം പറഞ്ഞു പഠിപ്പിക്കുന്നു. ഓക്കെ, അപ്പം അത് എയർപോർട്ട്. ഇനി അടുത്തത് നമ്മൾ ടെലവീവിലെ പ്രധാന നഗരത്തിലോട്ട് കടക്കുകയാണ്. അപ്പം ഇനി നമ്മൾ ഇത് കൃഷിയാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായ ഒരു കൃഷി പാടമാണ്. എന്തോ ഒരു ഫ്രൂട്ട്സ് വിളയിക്കുന്ന കൃഷിയാണ്. ഓക്കെ, ഇത് റോഡിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 8 വരി പാതയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ റോഡ് സംവിധാനങ്ങൾ എല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ടെലവീവിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ടെലവീവിൽ നിന്ന് കുടുകുടാ കത്തുന്നു, ടെലവീവിൽ നിന്ന് കുടുകുടാ കത്തുന്നു. എന്തൊക്കെയാ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ നാട്ടില്? എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. വ്യാജത്തരം പറഞ്ഞ് ഇസ്രായേലിനെ ഒരുമാതിരി എല്ലാവരുടെ മുമ്പിൽ അങ്ങ് താറടിച്ച് കാണിച്ച് മോശമാക്കി ചിത്രീകരിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് അങ്ങ് ആശ്വാസം ഭണ്ഡാരമടങ്ങാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇറാന്റെ എയർബേസിനകത്ത് ഇസ്രായേൽ ഇപ്പോഴും നിൽക്കുവാണ്. ടെഹ്റാൻ അവിടെ കത്തിച്ചുകൊണ്ട് ഇസ്രായേൽ ഇപ്പോഴും ഇറാന്റെ എയർബേസിന്റെ ആധിപത്യം ഇസ്രായേൽ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോഴാ ഇവിടെ ഇസ്രായേലില് ടെലവീവിൽ നിന്ന് കത്തുന്നു, ഭണ്ഡാരം അടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ടെലവീവിന്റെ ഗാസയില് നശിച്ചു കിടക്കുന്ന കെട്ടിടങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് ടെലവീവിലെ കെട്ടിടത്ത. ഇതൊക്കെയാണ് ടെലവീവിലെ ഒരു മിനിറ്റ്. ടെലവീവ് എന്ന് പറഞ്ഞ മഹാനഗരം അതങ്ങനെ തന്നെ അവിടെ നിൽപ്പുണ്ട്. മനസ്സിലായോ? ഇസ്രായേൽ മക്കളെ പരിപാലിക്കുന്ന പരിപാലകനെ അവർക്ക് തണലായി നിൽക്കുന്ന സമയത്തെ ഒരു മണ്ണാങ്കട്ടയും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ അവിടുന്ന് പരിപാലിക്കുകയും സംരക്ഷിക്കുകയും സൂക്ഷിക്കുകയും ഒക്കെ ഇസ്രായേലിനെ ദൈവം ചെയ്തോളും. പറഞ്ഞ മനസ്സിലായോ? ചുമ്മാ വ്യാജ പ്രചരണങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ചുമ്മാ ഇസ്രായേലിനെ താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ മനുഷ്യരില്ലേ? എടാ, നീയൊക്കെ എറിയുന്നതിനേക്കാളും നിന്നെയൊക്കെ കാലം കൂടുതൽ അറിയാൻ ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. ടെലവീവ് യുദ്ധാന്തരീക്ഷം, യുദ്ധഭൂമി, എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്നത്? യുദ്ധഭീതിയിൽ ഇസ്രായേൽ കിടുകിട വിറയ്ക്കുന്നു, ഇസ്രായേൽ കിടുകിട കിടന്ന് ആടുന്നു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയാ പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇസ്രായേലിന്റെ നിന്ന് കത്തുന്നു, ഇസ്രായേൽ നിന്ന് കിടുകിട ആടുന്നു, വിറയ്ക്കുന്നു, പനി പിടിക്കുന്നു ഇസ്രായേലിന്. പേടി. കൊമേനിയെയും കുറെ തുലിക്കന്റെ അവിടെ നിന്ന് വരുന്ന മിസൈല് കണ്ടോണ്ട് ഇസ്രായേൽ അങ്ങ് വിറച്ച് ആടി കിറുങ്ങയാണ്. മൊസാദ്, അയ്യോ, ദേശാഭിമാനിയുടെ വാർത്ത കാണണമായിരുന്നു ഇന്ന്. മൊസാദ് കിടുകിട ആടുകയാണ് പോലും ഇസ്രായേലില്. കുറെ തുലിക്കന്മാരുടെ വോട്ടിന് വേണ്ടിയിട്ട് കുറെ തുലിക്കന്മാരുടെ വോട്ട് നിലമ്പൂരിലെ ഇത് വോട്ട് കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ട് മൊസാദ് കൊമേനിയുടെ മുണ്ടുപൊക്കിയുള്ള ഡാൻസ് കണ്ടപ്പം യേശുദാസ് പാടി സിൽക്ക് സിമിത ആടി കണ്ടു നിന്ന കൊമേനി മുണ്ടുപൊക്കി ആടി എന്ന് പറയുന്ന കണക്ക്
അവൻ മുണ്ട് പൊക്കി ആടുന്ന ആട്ടം കണ്ട ഉടനെ എന്തുവാ ഭയങ്കരമായിട്ട് മൊസാദ് കിടുങ്ങുകയായിരുന്നു കണ്ട ഉടനെ. നോക്കിക്കോണേ, കാണാം. ടെലവിയിലെ പ്രധാന നഗരങ്ങളാണ് ഈ കാണുന്നതല്ല നിങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ടെലവിൻ്റെ യഥാർത്ഥ ഇവിടെ എല്ലാം പണി നടക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ. പുതിയ റോഡിൻ്റെ പണിയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ്. അപ്പം ഇനി എന്തെല്ലാം നിങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നിങ്ങൾ പരത്തിയാലും ഞാൻ ഇവിടെ ലൈവായിട്ട് വന്ന് എന്ത് ചെയ്യും? അൻസാരി മുഹമ്മദ് കൊതമ്മദ്, അൻസാരി കൊതമ്മദ് എന്താ ഗുണ്ട? അൻസാരി കൊതമ്മദിന് എന്താണ് ഇവിടെ കാര്യം? കൊതക്കച്ചവടക്കാരുടെ പ്ലേസ് അല്ല ഈ പ്ലേസ്. പറഞ്ഞ മനസ്സിലായോ? തുലുക്കൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നോ? തുലുക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല കൊതമ്മദിന്റെ അനുയായികളെയും തുലുക്കന്മാർ എന്നാണ് വിളിക്കുന്നത്. കൊതമ്മദിന്റെ അനുയായികളെ എങ്ങനെയാണ് വിളിക്കുന്നത്? തുലുക്കന്മാർ. പറഞ്ഞ മനസ്സിലായോ? കൊതമ്മദിന്റെ അനുയായികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന പേരാണ് തുലുക്കന്മാർ എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ ടെലവിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റ്സിനകത്ത് വെച്ച് നമ്മൾ ടെലവി റീച്ച് ആകും. കാരണം നമ്മളിപ്പം ആ വേയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു 10 മിനിറ്റിൽ നമ്മൾ ടെലവി റീച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള കെട്ടിടങ്ങളും അംബരചുംബികളായ കെട്ടിടങ്ങളെല്ലാം ടെലവിവിൽ അങ്ങനെ തന്നെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തൊക്കെയാ പ്രചരിപ്പിക്കുന്ന ടെലവീവ് കിടുകിട ആടുന്നു, കിടുകിട വിറയ്ക്കുന്നു. ടെലവിയിൽ മഹാശക്തമായ ബോംബ് സ്ഫോടനം. അവിടെ ടെലവീവിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു പോകൂ എന്ന് പറഞ്ഞ് ഇറാൻ ആഹ്വാനം അയച്ചിരിക്കുകയാണ്. ഇറാന്റെ ആഹ്വാനത്തിൽ ഭയപ്പെട്ട് ടെലവിയിൽ ജാഗ്രതാ നിർദ്ദേശം. നമ്മുടെ ഏഷ്യാനെറ്റിന്റെ പ്രസംഗമാണ്. ഇറാൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു, ടെലവിയിലുള്ളവരെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ടെലവി ഞങ്ങളിപ്പോൾ കത്തിക്കുമെന്ന് ഇറാൻ അവിടെ നിന്ന് വിളിച്ചു കൂടിയത് കൊണ്ട് ടെലവിയിലുള്ളവരെല്ലാം ഇങ്ങനെ പേടിച്ച് ആടി അങ്ങ് ഓടുകയാണ്. ബെഞ്ചമിൻ നെതന്യാഹു ബംഗറിലും പോയി, ബാക്കിയുള്ളവരെല്ലാം അവിടെ നിന്ന് ബെഞ്ചമിനെ ഓടിക്കുകയും ചെയ്തു. ടെലവിയിൽ നിന്ന് ഈ ടെലവിയിലോട്ട് കയറല്ലേ എന്ന് പറഞ്ഞിട്ട്, ഈ ടെലവിയിലോട്ട് കാലെടുത്ത് വെക്കല്ലേ, കാരണം ഇറാൻ ബോംബിട്ട് തള്ളിയാലോ. ഇറാൻ്റെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ രവിയിൽ അഴുകെടുക്കാൻ വെച്ചിരിക്കുന്ന ആ മിസൈലുണ്ടല്ലോ, അവൻ്റെ കൊതത്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന മിസൈൽ, അതെടുത്തിട്ട് പൊട്ടിച്ചാലോ. വൃത്തികെട്ടവന്മാർ ഗാസ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചകളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചിട്ട് ടെലവിയിൽ നിന്ന് കത്തുന്നു, ടെലവിയിൽ നിന്ന് കുണുങ്ങുന്നു. ഇതാ ടെലവിയിൽ ഏറ്റവും മനോഹരമായ ഒരു ബിൽഡിംഗ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാം. ടെലവിയിലെ അമ്പരചുംബികളായ ബിൽഡിങ്ങുകളെല്ലാം തകർന്ന് തരിപ്പണമായി. ഇതൊക്കെയായിമാര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടുകൂടി ഈ ബിൽഡിങ്ങിനെയാണ് തകർന്നതായിട്ട് അവന്മാരെന്ത് ചെയ്യുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി ബോംബ് വന്ന് വീണതായിട്ട് കാണിച്ചത് ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങാണ്, ഈ 2 ബിൽഡിങ്ങിനാണ് ബോംബ് വന്ന് വീണെന്ന് പറഞ്ഞ അവന്മാര് കാണിച്ച ബിൽഡിങ്. ഇതൊക്കെയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇവന്മാർ കാട്ടിക്കൂട്ടിയ തോന്നിവാസം എന്ന് പറയുന്നത്. അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇറങ്ങിയിട്ട് പിന്നെ കാണിക്കാം. നിഷാദെ സ്വന്തം പ്രൊഫൈലിൽ വാ. മനസ്സിലായോ? ഈ സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് നീ അവിടെ ഇരുന്ന് കരയാൻ. മനസ്സിലായോ? കൊതമ്മദ് സബീർ സ്വന്തം പ്രൊഫൈലിൽ വാടാ. എന്നോട് സംസാരിക്കാൻ തൻ്റെ ഇടം ഉള്ളവന്മാരെ ആണുങ്ങളായിട്ടുള്ളവൻ സ്വന്തം പ്രൊഫൈലിൽ വാടാ, വിവരം കിട്ടവനെ. മനസ്സിലായോ? എന്നോട് സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ആണുങ്ങളായിട്ടുള്ളവൻ സ്വന്തം പ്രൊഫൈലിൽ വാ. ഇതിനെയൊക്കെ ഞാൻ ടെലവിയിൽ കൊണ്ടുവന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞതാടാ പെണ്ണ. ഞാനേ
പറഞ്ഞതാണ്. പറഞ്ഞ മനസ്സിലായോ? അതാണ് റീന. റീന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തിരിക്കും. പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ പണിത് അമ്പരചുംബികളായ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണാം കാണാം കാണാം. ഒരു മിനിറ്റ്. ഒന്നിറങ്ങട്ടെ. നമ്മളങ്ങനെ ടെല്ലവീവ് റീച്ച് ചെയ്തിരിക്കുന്നു. ഇതാണ് ഈ ബിൽഡിങ്ങുകളൊക്കെയാണ് ബോംബ് ഭീഷണിയിൽ തകർന്ന് തരിപ്പണമായി എന്നൊക്കെ പറഞ്ഞ് കൊതമതിൻ്റെ ആൾക്കാർ മുഴുവനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി കത്തിച്ച ബിൽഡിങ്ങുകളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവന്മാരിതെല്ലാമല്ലേ. അഞ്ചൽ ഷംനാദ് എന്താടാ ഉമ്മയുടെ പേര് പൂറിയോ? അഞ്ചൽ ഷംനാദിന്റെ ഉമ്മയുടെ പേര് പൂറി എന്ന. അതിനെന്തിനാ അവള് വെളിയിൽ വരണം? ഓ, ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈൽ കയറ്റി വിടാൻ വേണ്ടിയിട്ടോ? നീ നിന്റെ അഞ്ചൽ ഷംനാദ് എൻ്റെ ഫേസ്ബുക്കിലൂടെ നിന്റെ പൂറി അമ്മയെ വിളിച്ചിട്ട് പുറത്തേക്ക് വരാൻ പറയണ്ട. അവിടെ ഇരുന്ന് ഇങ്ങനെ വിളിച്ചാൽ തന്നെ നിന്റെ അമ്മ പുറത്തേക്ക് ചാടി. സഹോദരങ്ങളെ, അഞ്ചൽ ഷംനാദിന്റെ ഉമ്മയുടെ പേര് പൂറി എന്നാണെന്ന്. അപ്പൊ അവന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ടൊരു മിസൈൽ കയറ്റാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് വരുമോ എന്ന് ചോദിക്കാൻ ഞാൻ വിളിക്കണമെന്ന് അവന്റെ ഉമ്മേനെ. അഞ്ചൽ ഷംനാദിന്റെ ഉമ്മയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊതവും കാണിച്ച് പുറത്തേക്ക് വരേണ്ടതാണ്. ആ പൂറി ഉമ്മ ഒന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ മിസൈല് കയറ്റി വിടാൻ എളുപ്പമായിരിക്കും. മതിയോടാ നിനക്ക് അഞ്ചൽ ഷംനാദേ? മതിയോ? സമാധാനമായല്ലോ. അതുകൊണ്ട് അങ്ങനെ സ്വന്തം പ്രൊഫൈലിലൊക്കെ വന്ന് കമൻ്റ് എഴുതണം കേട്ടോ. നല്ല കൊച്ച്. അപ്പം ഞാൻ ഇറങ്ങട്ടെ. ഇസ്രായേലിൽ അവിടെ തീ കത്തുന്നു, ആന കത്തുന്നു. ഇസ്രായേലിന് ആളുകൾ ഇറങ്ങി ഓടാൻ പറയുന്നു. അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. പിന്നെ ഇവിടെ നിന്ന് ആരും പുറത്തേക്ക് അവിടുന്ന് വിളിച്ചു പറയുക, ഏടാ വിവരം കെട്ടവന്മാരെ, ഇസ്രായേൽ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യമാണ്. ടെഹ്റാൻ്റെ അത്രയും പോലും വലിപ്പമില്ല. ആ ടെഹ്റാൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനകത്തെ കൈവയ്ക്കണമെങ്കിൽ ഇസ്രായേൽ ഗവൺമെൻറ് തീരുമാനിക്കണം. മനസ്സിലായോ? പക്ഷെ നമ്മൻ്റെ ആൾക്കാർക്ക് ഇസ്രായേൽ ടെഹ്റാൻ്റെ എയർബേസിന് മേളിൽ നിൽക്കുന്ന, ഇറാൻ്റെ എയർബേസിന് മേളിൽ നിൽക്കുന്ന ഇസ്രായേലിനെ പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത തുലുക്കന്മാരായിരുന്നിട്ട് യെരുശലേമിൽ ടെല്ലവീവിലെ മിസൈൽ ആക്രമണത്തിന് പേരിൽ കരഞ്ഞ് പോകുന്നത്. ഒരു മിനിറ്റ്. പക്ഷേ സഹോദരങ്ങളെ, അങ്ങനെ യെരുശലേമിൽ ടെല്ലവീവിൽ ഞാൻ എത്തി. ഓക്കെ, നിങ്ങൾക്ക് ടെല്ലവീവിലല്ലേ കാണേണ്ടത്? റീന പറഞ്ഞതാ. റീന ഒരു വാക്ക് പറഞ്ഞോ, അത് റീന ചെയ്തിരിക്കും. ഇവിടെ എല്ലാം ദ്രുതഗതിയിൽ ഈ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ മെട്രോയുടെ പണിയും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഇതേ ഒരു മനോഹരമായ ഒരു മരം നിൽക്കുന്നുണ്ടോ? ഇത് കണ്ടാൽ ഒരു മരുഭൂമിയായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്നത് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മരുഭൂമിയായി കിടന്ന ഒരു രാജ്യം, അത് ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാമാണ് കത്തിക്കരിഞ്ഞ്
തകർന്ന് താളടിയായിട്ട് നശിച്ച് പണ്ടാരം മടങ്ങി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് മുഴുവനും ഈ വൃത്തികെട്ടവന്മാര് ഈ കാണുന്ന കെട്ടിടങ്ങളെയൊക്കെയാണ്. ഇവിടെ ടെല്ലവിയിൽ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി അവരവർ ജോലിക്കും പോയി അവരവരുടെ കാര്യങ്ങളും നോക്കി അവരവർ ജീവിക്കുന്നുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അടിയന്തരാവസ്ഥ ടെല്ലവിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു പോലും. ഇവിടെ ആരും വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ടെല്ലവിയിൽ ഒരു മിനിറ്റ്, ഞാനൊന്ന് അപ്പുറത്തോട്ടൊന്ന് കിടക്കട്ടെ. അയ്യോ, സിഗ്നൽ വീണോ? ഞാൻ കണ്ടില്ല. എന്തോരം വ്യാജ പ്രചരണങ്ങളാണ് നാട്ടിൽ മുഴുവനും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ പ്രിയ സഹോദരങ്ങളെ, എന്തുമാത്രം വ്യാജ പ്രചരണങ്ങളാണ് നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങള്. ഈ രാജ്യത്തെയാണ് ഈ ടെല്ലവീവ് മഹാനഗരത്തെയാണ് അവിടെ ഇറാന്റെ ഭീഷണിയിൽ ഇങ്ങനെ ടെല്ലവീവ് മഹാനഗരം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ടെല്ലവീവ് മഹാനഗരത്തിൽ എന്തുവാ തുലിക്കന്റെ ഭീഷണി. അവിടെ അവന്റെ കൊമേനി എന്ന് പറയുന്ന കൊതം കീറിയവൻ അവിടുന്ന് പറഞ്ഞ ഉടനെ പിന്നെ ഇസ്രായേൽ നടുങ്ങി വിറയ്ക്കുകയല്ലേ. വിറച്ചിട്ട് പറയും, അയ്യോ ആരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങല്ലേ, ആരും ചാടല്ലേ, ആരും ഓടല്ലേ. മാരകമായ ഭീകരമായ അന്തരീക്ഷമാണ് ടെല്ലവീവില് എന്നല്ലേ മാധ്യമ ചാനലുകൾ കൊതം കീറി കിടക്കുന്നവന്മാരെല്ലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഉളുപ്പില്ലാത്തവന്മാര്, നാറിയ വർഗങ്ങള് എന്തൊക്കെയാ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നേ? ഒരു രാജ്യത്തിന്റെ ആ ഒരു സുരക്ഷ, ഈ രാജ്യം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ജനതയ്ക്ക് കൊടുക്കുന്ന സുരക്ഷയുടെ ഒരു അംശം പോലും കൊതം കീറിയ ആൾക്കാർ തന്റെ ജനതയ്ക്ക് കൊടുക്കുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ടും പ്രിയ സഹോദരങ്ങളെ, ഇറാന്റെ എയർബേസ് മുഴുവനും ഇസ്രായേലിന്റെ കയ്യിലിരിക്കുക. നാണം കെട്ടവന്മാര്. ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? എടാ, നിനക്കൊക്കെ വാർത്ത പറഞ്ഞു തരുന്നവന്മാര് ആ വൃത്തികെട്ടവന്മാരാണെങ്കിലും പറയണ്ടേടാ. ചേറ്റകളെ, ഇറാന്റെ എയർബേസ് മുഴുവനും ഇസ്രായേലിന്റെ കയ്യിലിരിക്കുക. രാജ്യത്തിന്റെ ഭരണം ഇസ്രായേൽ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുക. ഇസ്രായേൽ വിചാരിച്ചാൽ മതി ഒരു സെക്കൻഡ് കൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണം ഇസ്രായേലിന്റെ കയ്യിലാക്കാനായിട്ട്. അത് ഇസ്രായേൽ ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. ഒരു 10 ബോംബ് പടയെന്ന് പറഞ്ഞു കൊണ്ടുപോയിട്ട് അവന്റെ ആഭ്യന്തര മന്ത്രാലയം വരെ തകർത്ത് കളഞ്ഞു. ഇനി എന്തോ തകർക്കാൻ ബാക്കിയുള്ളത്? കൊമേനി ഏത് ബങ്കറിനടിയിലാണ് നല്ല വൃത്തിയാണ് ഇസ്രായേൽ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനകത്തിടാനുള്ള ബങ്കർ ബ്രസ്റ്റ് ബോംബുകൾ വരെ അവർ റെഡിയാക്കി കയ്യിൽ വെച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ പടുപെടുത്ത കിളവനാണല്ലോ, എങ്ങനെയാണെങ്കിലും തട്ടിപ്പോകും. മുഴുത്ത കിളവൻ ഏത് രീതിയിലാണെങ്കിലും തട്ടിപ്പോകും എന്ന് ഇസ്രായേൽ നല്ല വൃത്തിയോണം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ചാൻസ് കൂടി കൊടുക്കുന്നത്. മനസ്സിലായോ? എന്നാലും ഖൊമേനി ഒന്നും ജീവനോടെ ഇനി പുറത്തു വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അമീർ തീക്കുണി, എടാ വിവരം കെട്ടവനെ, നിന്റെ കൊതമതിന്റെ ആൾക്കാർക്ക് ബുദ്ധിയില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കൊതമതിന്റെ ആൾക്കാർക്ക് ബുദ്ധിയില്ല എന്നുള്ള തെളിവാണ് ജീവനോട് ഇരുന്ന് സംസാരിക്കുന്ന എന്നോട് വന്നിട്ട് പറയാണ് നീ ചത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. ചത്താ പിന്നെ ഞാൻ എന്താണ് പ്രേതമായിട്ടാണോ നിന്നോടൊക്കെ സംസാരിക്കുന്നത്? എന്റെ പ്രേതം വന്ന് സംസാരിച്ചാൽ പോലും നീനക്കൊന്നും സമാധാനം കിട്ടാൻ പോകുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായോ? ഇവിടെ അങ്ങ് അന്തരീക്ഷത്തിനകത്ത് ബോംബുകൾ ഇങ്ങനെ ചീറിപ്പാന് ടെല്ലവിയിൽ അങ്ങ് കറങ്ങി നടക്കുമല്ലേ. വൃത്തികെട്ടവന്മാരെ, കള്ളത്തരം പ്രചരിപ്പിക്കുന്ന നാണം കെട്ട ഏഷ്യാനെറ്റും മാതൃഭൂമിയും മലയാള മനോരമയും കൊതം കയറി കിടക്കുന്നവന്മാർ, അതിനകത്ത് മുഴുവനും സുഡാപ്പി പച്ച വെളിച്ചം ടീംസ് അതിനകത്ത് കയറി കിടക്കുന്നത് മുഴുവനും. സകല മാധ്യമങ്ങൾ നാണമില്ലടാ മാമാപ്പണി ചെയ്തു കൊടുക്കാനായിട്ട് വൃത്തികെട്ടവന്മാരെ. അബ്ജോദ് എന്ന് പറയുന്നൊരു നായിന്റെ മോനെ അതിനകത്തുണ്ട് ഏഷ്യാനെറ്റിനകത്ത്. ഇവനൊക്കെ ഹിന്ദുക്കളുടെ പേരും വെച്ചുകൊണ്ടിരുന്നിട്ട് തുലുക്കന്മാർക്ക് കൊതം കൊടുത്തോണ്ടിരിക്കുന്ന ചെറ്റകളാ മാധ്യമ പ്രവർത്തനം പറഞ്ഞുകൊണ്ടിരിക്കുന്നവന്മാര്. പേര് മുഴുവൻ ഹിന്ദുക്കളാ. ഷാനി പ്രവാഹർ, പിന്നെ ഒരു മാധു എന്ന് പറയുന്ന ഒരു നായിന്റെ മോള്, പിന്നെ ഒരു സിന്ധു സൂര്യകുമാർ, എല്ലാ ഹിന്ദുക്കളുടെ പേരും ഇട്ടുകൊണ്ട് കൊതം കൊടുക്കുന്നത് മുഴുവനും തുലുക്കന്മാർക്കാ, ഇവളുമാരും അവന്മാരും ഒക്കെ.
എന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിക്കാനും പറയാൻ ആരുമില്ലല്ലോ. തുലിക്കന്റെ നാട്ടിനകത്ത് അവിടെ ഇസ്രായേലിന് എന്ത് പറഞ്ഞാലും ആരും ചോദിക്കാനും പറയാനുമില്ല. ആരും ഒരു മണ്ണാങ്കട്ടയും സംസാരിക്കത്തില്ല എന്നുള്ളതിന്റെ ആ ഒരു ധൈര്യം വെച്ചിട്ടാ അവിടെ കിടന്ന് കേരളത്തിലെ ഹമാസോളികളെ എല്ലാം അങ്ങ് പ്രേമിച്ചങ്ങ് പുളകം കൊള്ളിക്കുക. അതിന് ഇസ്രായേലിനെ അങ്ങ് താറടിച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് സമാധാനം കിട്ടുമെന്ന കൊണ്ടുപോയി കൊതം കൊടുക്കുന്നവന്മാർ അവിടെ നിന്ന് കൊതം കൊടുത്താൽ മതിയടാ വിവരം കെട്ടവന്മാരെ. ഇസ്രായേലിനെ കുറിച്ച് സംസാരിക്കാൻ നീയൊന്നും വളർന്നിട്ടില്ല. ഇസ്രായേലിന്റെ ഈ രാജ്യത്തിന് അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം, പിന്നെ വ്യാജ വാർത്ത വേശ്യാനെറ്റ് പറയുന്ന വേശ്യാത്തര എന്താണെന്നറിയാമോ? കൊതം കൊടുപ്പ് വേശ്യാനെറ്റ് പറയുന്ന എന്താണെന്നറിയാമോ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP പ്രവർത്തകന് നേരാവണ്ണം വേശ്യാനെറ്റിനെ പരിപാലിക്കാൻ കൊണ്ടു നടക്കാൻ അറിയത്തില്ലെങ്കിൽ BJP രാജിവെച്ച് പോയിട്ട് കൊതം കൊടുപ്പുകാരന്മാരുടെ കൂടെ ചേരട്ടെ. അതല്ലേ നല്ലത്? ഒന്നിൽ അവന്മാരെ നിലയ്ക്ക് നിർത്തണം. കൊതം കൊടുപ്പുകാരന്മാർ അതിനകത്തുണ്ടെങ്കിൽ അവന്മാരെ പുറത്താക്കണം. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് കൂട്ടുനിൽക്കുകയല്ല വേണ്ടത്. മനസ്സിലായോ? അതാ ചെയ്യേണ്ടത്. പേര് BJPയുടെ അധ്യക്ഷൻ സംസ്ഥാനമില്ലേ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ അധ്യക്ഷൻ കയറി ഇരുന്നിട്ട് കൊതം കൊടുപ്പുകാരന്മാര് വ്യാജ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അത് അന്വേഷിക്കാനും കൊള്ളാനും പോലും നിൽക്കാതെ കൂട്ടിക്കൊടുപ്പുകാരനെ പോലെ നിന്നു കൊടുത്തിട്ട് കാര്യമില്ല. ഈ കാണുന്ന കെട്ടിടങ്ങളെല്ലാമാ തകർന്ന് താളടിയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാർ പ്രചരിപ്പിക്കുന്നതും ഇതിനകത്ത് കത്തിച്ചു വിട്ടതെന്നും മൊസാദിന്റെ ആസ്ഥാനവും എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതെല്ലാം ഈ കാണുന്ന കെട്ടിടങ്ങളെയൊക്കെയാണ് എന്തുവാ ചെയ്യുന്നത്. നാണം കെട്ടവന്മാർ ഉടുപ്പില്ലാത്ത പണി ചെയ്ത് വെച്ചിട്ട് അങ്ങ് ആശ്വസിക്കുക, അർമാദിക്കുക. സിയ ഓടി ഊളെ പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വാ ചെല്ലെ. സംസു കേറ്റി എത്ര തന്തയ്ക്കാ നീ ഉണ്ടായെന്ന് പറഞ്ഞ് നിന്റെ ഉമ്മയുടെ തല ചോദിക്കേണ്ടത്, എന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? വിവരം കെട്ടവനെ സംസു കേറ്റി കൊതം കൊടുത്തുണ്ടാക്കി ഉമ്മയുടെ അടുത്താ പോയി ചോദിക്കേണ്ടത് എത്ര തന്തയ്ക്കാ നീ ഉണ്ടായെന്ന് പറഞ്ഞിട്ട്. അല്ല നീ എത്ര തന്തയ്ക്ക് ഉണ്ടായെന്ന് ഞാൻ കണക്കെടുക്കാൻ നിന്റെ ഉമ്മയ്ക്ക് വിളക്ക് പിടിച്ചു കൊടുത്തോണ്ടിരുന്ന ഞാനാണോടാ സംസു കേറ്റിയെ ചേറ്റേ? അവന്റെ ഉമ്മ എത്ര പേർക്ക് എത്ര തന്തയ്ക്ക് കൂടെ ഉടന്നിട്ട് അവനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. നിനക്ക് കേറ്റി നിട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഒന്നില് നീ അബീറെന്നോ പിന്നെ മറ്റൊന്ന് തീയെന്ന് വരുമ്പോ താജുദ്ദീനെന്നോ ഏതെങ്കിലും ഒന്ന് വിളിച്ചോന്ന് പറഞ്ഞിട്ടാ നിനക്ക് കേറ്റിന്ന് പേരിട്ട് വെച്ചിരിക്കുന്നത് നിന്റെ ഉമ്മ. മനസ്സിലായോ? കബീറെന്നോ താജുദ്ദീനെന്നോ ഏത് വേണമെങ്കിലും നിനക്ക് വിളിക്കാം. സെലക്റ്റീവ് വൃത്തികെട്ടവന്മാരെ. മാമാപ്പണി ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനകത്ത് ആ രാജ്യം മുന്നോട്ട് പോകുന്നതും ആ രാജ്യം ഈ ദേശത്തിലുള്ള ജനങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ഈ ദേശത്തുള്ള. എന്നിട്ട് വേശ്യനെറ്റ് പറഞ്ഞുണ്ടാക്കുന്ന അടുത്ത വാർത്ത ഇതെന്നറിയാമോ? കള്ള വേശ്യനെറ്റ് പറയുക 20,000 ഇന്ത്യക്കാരോട് ഇസ്രായേലിൽ നിന്നും പുറത്തേക്ക് പോകാൻ എവിടെ വഴി? ഈജിപ്ത് വഴിക്കും ജോർദാൻ വഴിക്കും. കൊള്ളാം. വേശ്യനെറ്റിന് എവിടെ നിന്ന് കിട്ടിയെന്ന് ഈ വാർത്ത എനിക്കറിയത്തില്ല. മനസ്സിലായോ? 20,000 എന്താ പറയുന്ന ഇന്ത്യക്കാര് പുറത്തേക്ക് പോകാനായിട്ട് വേശ്യാനെറ്റിന് ആര് കൊടുത്തിരിക്കുക? കൊട്ടേഷൻ കൊടുത്തു പോലും. വേശ്യാനെറ്റിനോടാ പറഞ്ഞത് പിന്നെ പോകാനുള്ളവരെല്ലാം വേശ്യാനെറ്റ് ഓഫീസിൽ കയറി വിളിച്ചാൽ മതി കേട്ടോ. ഇസ്രായേലിലുള്ള സഹോദരന്മാരെ നാട്ടിൽ പോകാൻ കൊതിക്കുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ വേശ്യാനെറ്റിൽ വിളിച്ചാൽ മതി. തുലുക്കന്മാർക്ക് കൊതവും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് വേണം പോകാനായിട്ട്. പോകുന്നുണ്ടെങ്കിൽ വേശ്യാനെറ്റിൽ പോയിട്ട് നിങ്ങൾ ആദ്യം തുലുക്കന്മാർക്ക് കൊതം കൊടുത്താൽ ഫ്രീ ആയിട്ട് വിടുമെന്നാ പറയുന്നത്. അതാ തരുന്ന ഓഫർ നാട്ടിലേക്ക് പോകാൻ വേണ്ടി. ചെറ്റ മാധ്യമ പ്രവർത്തനം, നാണം കെട്ടവന്മാര്. നാട് നശിച്ച് പണ്ടാറമടങ്ങി നശിച്ച് തുലുക്കന്റെ കയ്യിൽ പോയിട്ട് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ജീവിക്കുന്ന കുറെ മലവാണങ്ങളായ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ട് നാട്ടില്. സകലയിടത്തും ഖാദർ. ഉമ്മാന്റെ പേര് പുലിചാടിയോ? അറിയത്തില്ലായിരുന്നോടാ ഖാദർ. അപ്പൊ നിന്റെ ഉമ്മ പുലിയാടിക്ക് ഒരു ഹായ് പറയണമെന്നോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, ഖാദറിന്റെ ഉമ്മയുടെ പേര് പുലിയാടി എന്നാണ്. അവക്കൊരു ഹായ് ഞാൻ പറയണമെന്നാ ഖാദർ പറയുന്നത്. ഒരു മിനിറ്റ്, അവന്റെ മുഖത്ത് നോക്കി ഞാൻ ഒരു ഹായ് പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ ഖാദർ പുലിയാടി മോനെ, നിന്റെ ഉമ്മ പുലിയാടിക്കൊരു ഹായ്. ഖാദറിന്റെ ഉമ്മ പുലിയാടിയാണെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. ആ പുലിയാടി മോൾക്ക് ഒരു ഹായ്. മനസ്സിലായോ? അമീർ
തീക്കുണ്ണി. അമീർ തീക്കുണ്ണിയുടെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് മിസൈല് കയറ്റണമെന്ന്. ആര്? ഇസ്രായേലോ? ഇസ്രായേലിന്റെ മിസൈലുകളൊന്നും നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് കയറിയാൽ താങ്ങത്തില്ലടാ അമീർ തീക്കുണ്ണി. പറഞ്ഞ മനസ്സിലായോടാ? എടാ അമീർ തീക്കുണ്ണിയെ, ഇസ്രായേലിന്റെ മിസൈൽ നിന്റെ ഉമ്മാന്റെ കൊതത്തിനകത്തോട്ട് കയറിയാൽ താങ്ങത്തില്ല. നീ കയറണമെങ്കിൽ ഇറാന്റെ ഇവിടെ പോവാന് കുറെ മിസൈലുകൾ വന്ന് കിടപ്പുണ്ട്. അത് നിന്റെ ഉമ്മയുടെ കൊതത്തിന് ഭാഗമായിരിക്കും. നിന്റെ ഉമ്മയുടെ ഒക്കെ അത്രയ്ക്കും കടി മൂത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, മുള്ളുമുറിക്കിൽ ഇറക്കിയിട്ട് നിന്റെ മുമ്പേ മേളിലോട്ടും താഴോട്ടും 4 പ്രാവശ്യം ഇറക്കി ഇപ്പൊ നിർത്തിക്കും. അടുത്ത മിസൈൽ വല്ലതും വരികയാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയാം നിന്റെ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട് അങ്ങോട്ട് കയറ്റി വിടാനായിട്ട്. അമീർ തീക്കുണ്ണി. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ പോ തീക്കുണ്ണി, ഉമ്മയ്ക്ക് പോയി കൊതം വിശാലമാക്കി ഇപ്പൊ തൽക്കാലം കൊടുക്ക്. മിസൈൽ വരേണ്ട സമയമായി. ചെല്ല്. ഇർഷാദ് കോയ പൊടി കഴുതയെന്നോ? അയ്യോ, കഴുതയെന്ന് പറയുന്നത് നമ്മുടെ കൊതമതിന്റെ പേരാണല്ലോടാ. അതറിയത്തില്ലേ? കാട്ടുകഴുതയാണ് കൊതമതിന്റെ പേര്. അതെന്തിനാ? ഓ, അവനെ വിളിക്കണമെന്നോ? എടാ, മരിച്ച് ആയിഷയുടെ പാവാടയിൽ കിടന്ന് ഉറങ്ങി കിടക്കുന്ന അസ്ഥിക്കൂടമായി കിടക്കുന്ന കൊതമതിന് ഞാൻ എന്തിനാടാ കഴുതെന്ന് വിളിക്കുന്നേ? വിവരം കെട്ടവനെ. ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഖാദറിന്റെ ഉമ്മയുടെ കൊതം വിശാലമാക്കാൻ ഖാദർ വെച്ചിട്ട് പോ മോനെ, വെച്ചിട്ട് പോയിക്കോ. ചെല്ല് പോയി ഉമ്മയുടെ കൊതത്തിനകത്ത് എണ്ണയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചോ. മിസൈൽ വരുമ്പം കറക്റ്റായിട്ട് കേറണ്ടേ ഉമ്മയുടെ കൊതത്തിനകത്തോട്ട്. എന്നാ വേഗം വെച്ച് ലീലാമ തോമസ് ഇന്നലെ കരഞ്ഞു വിളിച്ചൊരു വീഡിയോ ഇട്ടത് കണ്ടല്ലോ. നീ കണ്ടോടി കൂതറയ്ക്കുണ്ടായവളെ? ലീലാമ തോമസേ, ഞാൻ കരഞ്ഞു നിന്റെ കാല് വന്ന് പിടിച്ചോ? കഴിവേറി മോളെ, നീ കണ്ടോ? തുലുക്കന്മാര് പെറ്റ തള്ള മരിച്ച വീഡിയോ ഇട്ട് കരഞ്ഞാലും അതെടുത്തോണ്ട് വന്ന് ഫേക്ക് ഐഡി പണ്ട് തൊട്ടേ നമുക്ക് ശീലമായി പോയല്ലോ. അത് പ്രചരിപ്പിച്ചുകൊണ്ട് റീന അങ്ങ് കരയുന്നു. റീനയ്ക്ക് കരയാൻ പറ്റുന്ന സമയങ്ങൾ റീന കരയും. പറഞ്ഞ മനസ്സിലായോ? ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം കത്തി അമർന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവന്മാരല്ലേ. അപ്പൊ ഇതല്ല, ഇതിനപ്പുറവും എന്റെ വീഡിയോകൾ എടുത്തോണ്ട് വന്ന് പല രീതിയിലും പ്രചരിപ്പിക്കും. പക്ഷെ നിന്റെയൊക്കെ വ്യാജ പ്രചരണങ്ങൾ കണ്ടിട്ടോ, നിന്റെയൊക്കെ കോണാത്തിലെ വർത്തമാനം കേട്ടിട്ടോ പേടിച്ച് മാളത്തിക്കേളി ഒളിക്കുന്നവളല്ല റീന. ചങ്കൂറ്റത്തോടെ ഞാൻ നിന്ന് വെല്ലുവിളിക്കുക. ആണൊരുത്തനായിട്ടുള്ളവ മാത്രം, സ്വന്തം പ്രൊഫൈലുള്ളവ മാത്രം കയറി വന്നിട്ട് തോന്നിവാസം പറയണം. പറഞ്ഞ മനസ്സിലായടാ വിവരം കെട്ടവനെ? എന്നാ സ്ഥലം കാലിയാക്കി പോ. ഖാദർ കൊതമത് മൈരേന്ന് അവൻ കഴുതയും മൈരയും ഒക്കെ തന്നെയാണടാ എന്ന് ഞാൻ വിളിച്ച് ഓർമ്മിപ്പിക്കണോ? ഭഗീധരൻ പിള്ള വലിയ വെടിവഴിപാട് ഒന്ന്, ഖാദർ വക വലിയ വെടിവഴിപാട് കൊതമതിനും ചെറിയ വെടിവഴിപാട് തള്ളാഹുവിനും കൊടുക്കണമെന്നാ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കൊതമത് കഴുത മൈരയ്ക്ക് ഒരു ഹായ് പറയാനോ? അവൻ ചത്തടിഞ്ഞ ആയിഷയുടെ വാവാടടി കിടക്കുവല്ലടാ. എങ്ങനെയാടാ വിളിച്ചു കൊണ്ടുവരുന്നത് പുറത്തേക്ക്? ഇവിടെ തുലുക്കന്മാര് വല്ലതും ഉണ്ടെങ്കിൽ നിന്റെ കൊതമതിനെയും തള്ളാഹുവിനെയും ഏറി കയറ്റുന്നത് നിന്റെ കൂട്ടങ്ങളാ. അവന്മാര് കൊണ്ടുവന്ന് ഇവിടെ ഇടുന്ന കമന്റുകൾക്കാ തള്ളാഹുവും കൊതമതും ഏറി കയറുന്നത്. 6 വയസ്സുകാരിയായ ആയിഷേനെ കണ്ടപ്പോ കാമമൂത്ത തള്ളാഹുവിന്റെ മോനെ കൊതമത് നബിയെ കാലന്ത് നിലത്തെ ഉറയ്ക്കാത്ത അത് പിന്നെ ചേട്ടാ സൂക്ഷിച്ചു നോക്കൂ, ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല കേട്ടോ, ഞാനൊന്നും ഏറിയില്ല. തൂറാൻ എഴുതിയപ്പോൾ എന്നെ നാട്ടാരെല്ലാരും ഏറിൽ കയറ്റിയതാ. ആയിഷയെ കണ്ടപ്പോൾ എനിക്ക് ആശകൾ മൂത്തില്ലേ, എന്റെ കാമം തീർത്തില്ലേ. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയെ സൈനബയെ കണ്ടപ്പോൾ ആശകൾ തോന്നി, കാമം തീർത്തു. അപ്പ കേട്ടു തള്ളാഹുവിന്റെ അക്കൂസിന് ഒടുക്കത്തെ പാട്ട്, ആറാണ്ടപ്പനെ തള്ളാഹു കുക്കുംബർ സൈനബ മൂടുപോയി സൈനബ മൂടുപോയി. വളർത്തുമകൻ സൈദിന്റെ ഭാര്യയുടെ കൊതം കണ്ടപ്പോഴേ കൊതപോകം തോന്നിയ തള്ളാഹുവിന്റെ മോൻ വകിയിറക്കി അങ്ങ് കൊടുത്തു. തള്ളാഹുവിന്റെ മോൻ കൊതമതിനെ ഏറിക്കയറ്റാൻ വരിവരിയായി വരൂ.
നിങ്ങൾ തള്ളാഹുവിന്റെ മോനെ കൊതമതിനെ ഏറി കയറ്റണമെന്നുള്ളവരെല്ലാവരും തന്നെ വരുമ്പോൾ വെടിവഴിപാട് അർപ്പിക്കുന്ന സമയത്ത് 1, 2, 3 എന്ന് പറഞ്ഞ് എണ്ണി വേണം വെടിവഴിപാട് അർപ്പിക്കാൻ. അല്ലാതെ ഒറ്റയടിക്കായിട്ട് വെടിവഴി അടിപ്പിച്ച ഞാൻ ഒറ്റയടിക്ക് വിട്ടാലുണ്ടല്ലോ എയർബേസിൽ പോയി പൊട്ടിത്തെറിക്കാൻ സ്ഥലമില്ലാതെ കൊതമതിന്റെ കൊതം കീറും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചും കണ്ടുമൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ബോക്സുകൾ ഉപയോഗിക്കുക. ലൈൻ വെടിവഴിപാട് ലൈൻ. ഓക്കെ. അപ്പൊ തള്ളാഹുവിന്റെ മോൻ കൊതമതിന് വേണ്ടിയിട്ട് വെടിവഴിപാട് അർപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ഖാദറാണ്. ഓക്കെ. ഇനി ഖാദർ വക മറ്റു തുലുക്കന്മാർക്കെല്ലാം അവന് വെടിവഴിപാടിൽ കൊണ്ടുപോകാം നിങ്ങൾക്ക്. കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കൊതമതിനെ ഏറി കയറ്റുന്നത്. ഞാൻ കൊതമതിന്റെ കഥ പറയാൻ വേണ്ടി വന്നവളോ തള്ളാഹുവിന്റെ കഥ പറയാൻ വേണ്ടി വന്നവളോ അല്ല. ഞാനിവിടെ വന്നത് ഇസ്രായേലിൽ എന്ത് നടക്കുന്നു, ഇറാന്റെ യുദ്ധത്തെക്കുറിച്ചാണ് നടക്കുന്നത്. മനസ്സിലായോ? ഖാദർ ആയിഷയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നു. 24 മണിക്കൂറും കൊതം കൊടുപ്പിന്റെ ജോലി മാത്രമേ ഉണ്ടായിരുന്നു. ആമിനത്താത്തയാണെങ്കിൽ പിന്നെ പറയണ്ട, പണ്ടാറ മടങ്ങി ഓടി നടന്ന് വെടിവെക്കുകയായിരുന്നു. അങ്ങനെയാ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനെ ഉണ്ടാക്കിയിട്ടത്. മനസ്സിലായോ? കുന്നിൻ ചെരുവിലെ ഒരു ഈന്തപ്പനെ എന്ന് പറയുന്ന കൊതമതിനെ ഉണ്ടാക്കി ആമിനത്താത്തയ്ക്ക് വേറെ പണിയൊന്നും ഇല്ലായിരുന്നടാ. അത് സത്യമാ. ഇപ്പൊ ആ ചരിത്രമാണോ ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടേ? നിന്റെ ആമിനത്താത്തയ്ക്ക് വെടിവെച്ച് നടന്ന ചരിത്രമാണോ ഞാനിപ്പോ പറയണ്ടേ? എന്താ നിനക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ഖാദറെ? തുലുക്കന്മാർക്കെല്ലാം ഖാദറിനോട് പോയി ചോദിക്കാം, എടാ വിവരം കെട്ടവനെ, അവള് മിണ്ടാതെ ഇറാന്റെ കഥയും അവള് ഇസ്രായേലിന്റെ കഥയും പറ്റേ പറഞ്ഞത്. നീ എന്തിനാടാ പോയി അവളെ പോയി ചൊറിഞ്ഞ് നീ ആമിനത്താത്തയും ആയിഷയെയും തൂറാനെയും തള്ളാഹുവിനെയും കൊതമതിനെയൊക്കെ ഒരുമിച്ച് ഏറി കയറ്റാൻ പോയെന്ന് പറഞ്ഞ് നിങ്ങൾ അവന്റെ കുട്ടിക്കടിച്ചാൽ ഇവിടെ തള്ളാഹു ഏറിൽ നിന്നും ഒരു പിടി രക്ഷപ്പെട്ട് നിൽക്കും. നമ്മുടെ ആയത്തുണ്ടല്ലോ, അൽ-അനം 108 ആയത്ത്. അൽ-അനം 108 പറഞ്ഞിരിക്കുന്നത്, തള്ളാഹുവിന്റെ മക്കളെ, നിങ്ങള് അനാവശ്യമായി പോയി അന്യമതക്കാരോട് ചൊറിയരുത്. അനാവശ്യമായി നിങ്ങൾ അന്യമതക്കാരോട് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അവർ അതിരൂക്ഷമായി തള്ളാഹുവിനെ ഏറിൽ കയറ്റും എന്നാ പറഞ്ഞിരിക്കുന്നത്. അതിരൂക്ഷമായി എന്നാ പറഞ്ഞിരിക്കുന്നത്. നിനക്ക് വായിക്കാൻ മലയാളത്തിൽ അറിയത്തില്ലെങ്കിൽ, അറബിക്കിൽ അറിയത്തില്ലെങ്കിൽ മലയാളത്തിൽ പോയിരുന്നെടുത്ത് വായിക്കാൻ. അൽ-അനം 108 സൂറ അൽ-അനം 108 ആയത്ത് പോയെടുത്ത് വായിക്കാൻ. മനസ്സിലായോ? മറ്റുള്ളവരുടെ അടുത്ത് പോയി നിങ്ങൾ ചൊറിയരുത്. കാരണം തള്ളാഹുവിന് നേരത്തെ അറിയാം ഈ കാട്ട് വൃത്തിയ കഴുതകളെ കാരണം എന്ത് ചെയ്യും. നിജീഷ് ഇബ്രാഹിം കൊച്ചി ആദ്യം പോയി സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ടിട്ട് വാടാടാ വിവരം കെട്ടവനെ. അന്തസ്സായിട്ട് ഞാൻ സ്വന്തം പ്രൊഫൈലിൽ നിൽക്കുവാടാ വിവരം കെട്ടവനെ. ലൈവല്ലേടാ നിന്ന് സംസാരിക്കുന്നേ. പെണ്ണായ എന്നോട് പൊരുതണമെങ്കിൽ ആണൊരുത്തനായിട്ട് വന്നിരുന്നിട്ട് സംസാരിക്കാൻ പടിയടാ. വന്ന് ആണുങ്ങളെ പോലെ തന്റെ ഇടത്തോടെ വന്ന് മനസ്സിലായോ? സംസാരിക്കാൻ പഠിക്ക്. മനസ്സിലായോ? അല്ലാതെ പോയിട്ട് പിന്നെ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി വന്നിട്ട് ചൊറിയാൻ നിൽക്കരുത്. ഊഗി സ്കറി സോറി മോനെ, ഫേക്ക് ഐഡികൾക്ക് പ്രവേശനമില്ല എന്റെ പേജ്. അഞ്ചൽ ഷമദ്, അയ്യോ ആയിഷ കൂത്തിച്ചി മോളാണെന്ന്. അതുകൊണ്ട് 6-ാം വയസ്സുകാരിയിലെ കാമം മൂത്തം ചെയ്തത് കൊതമതിന്റെ കൂടെ കൊതം കൊടുക്കാൻ പോയത്. അഞ്ചൽ ഷമാദ് പറയുകയാണ്, സഹോദരങ്ങളെ, അഞ്ചൽ ഷമാദ് വഴിക്ക് ആയിഷയ്ക്ക് ഒരു വെടിവഴിപാട്. അഞ്ചൽ ഷമാദ് വക ആയിഷയ്ക്ക് ഒരു വെടിവഴിപാട്. ആയിഷ കൂത്തിച്ചി മോളാണെന്ന്. അതെ, 6 വയസ്സുകാരിയേക്ക് 53 വയസ്സുകാരനെ കണ്ടപ്പോ കാമം തോന്നിയാൽ കൂത്തിച്ചി മോളെന്നല്ലാതെ പിന്നെ ഏത് മോളെന്നാടാ വിളിക്കേണ്ടത് ആയിഷേനെ? അവള് കൂത്തിച്ചി മോളായതുകൊണ്ടാണ് സഫാനെ കാണുമ്പോ സഫാന്റെ കൂടെ ഓടും. ആദ്യം കൊതമതിനെ കണ്ടപ്പോ കൊതമതിന്റെ കൂടെ കൊതം കൊടുക്കാൻ വേണ്ടി 6 വയസ്സിൽ തന്നെ അവൾ ഓടി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീട് നോക്കിയപ്പം വലിയ കാര്യത്തോടെ കണ്ടപ്പോ വിചാരിച്ചു മുറിയേണ്ടി കൊതമതിന് നല്ല ആരോഗ്യം എന്ന് കരുതിയിട്ട് ആയിഷ കൂത്തിച്ചി പോയത്. ആ കൂത്തിച്ചി അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തുവാ, ഇല്ല, മുറിയണ്ടിക്ക് ബലമില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്തു, സഫാന്റെ കൂടെ അങ്ങ് പോയേക്കാന്ന് കരുതി. അങ്ങനെ പിന്നെ സഫാനെ ഊക്കാൻ വേണ്ടിയിട്ട് കൂത്തിച്ചി മോൾ ആയിഷ അങ്ങോട്ടങ്ങ് പോയി. സത്യം. അപ്പോൾ ഷംദാദ് വക ആയിഷയ്ക്ക് ഒരു വെടിവഴിപാട്. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയുണ്ടോ?
ആർക്കാണ് കൊടുക്കേണ്ടത്? ആമിനയ്ക്ക് കൊടുക്കണോ വെടിവഴിപാട്? അതും ആയിഷയ്ക്ക് കൊടുക്കണോ? ആർക്കാ മക്കളെ കൊടുക്കേണ്ടത്? ഖാദർ ബിനീഷ് കെ കറിക്കൽ, ജെറുസലേമിലെ കക്കൂസ് തുറന്നു വിട്ടിരിക്കുന്നു. അത് എപ്പോഴും അലക്സ കക്കൂസ് എപ്പോഴും തുറന്നായിട്ടിരിക്കുന്നത്. എന്തു വെച്ചു മോനെ? ജെറുസലേമിലെ അലക്സ കക്കൂസ് എപ്പോഴും തുറന്നായിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും അവിടുന്ന് നാറ്റം വെക്കുന്ന രീതിയിലുള്ള ആറാണ്ടപ്പനെ കേൾക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോടാ? അപ്പം ജെറുസലേമില് നമ്മുടെ അലക്സ കക്കൂസ് എപ്പോഴും തുറന്നാ കിടക്കുന്നത്. 24 hours അവിടെ പ്രവർത്തനമുണ്ട് ആ കക്കൂസ്. അച്ചു വയക്കലിന്റെ അമ്മയ്ക്ക് ഒരു വെടിവഴിപാട് അർപ്പിക്കണമെന്ന്. അച്ചു വയക്കലിന്റെ അമ്മയ്ക്ക് ഈ ഇറാന്റെ മിസൈൽ മതിയോ അതോ ഹിസ്ബുള്ളയുടെ വേണോ കൊതത്തിനകത്തോട്ട് വെടിവഴിപാട് വിട്ട് പൊട്ടിക്കാനായിട്ട്? ആണോ? അതാണോ വേണ്ടത്? അച്ചു വയക്കലിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും 2 വെടിവഴിപാട് വേണമെന്ന്. ഇറാനിൽ നിന്നുള്ള മിസൈൽ കിട്ടിയാൽ മതി. ഇസ്രായേലിന്റെ മിസൈലുകളൊന്നും നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഇസ്രായേലിന്റെ മിസൈലിന് വില കൂടുതലാണ്. അതൊന്നും നിന്റെ അമ്മമാരുടെ കൊതത്തിലിട്ട് പൊട്ടിക്കാനുള്ളതല്ല. പറഞ്ഞ മനസ്സിലായോ? ആ വ്യാമോഹം വെള്ളം അങ്ങ് വാരി വെച്ചേലേ. മുറിയണ്ടി തുലുക്കന്മാരുടെ സാധനങ്ങൾ മാത്രം തിരക്കി അങ്ങ് പോയാൽ മതി. അവന്മാരുടെ മിസൈലിന് മാത്രം പോയാൽ മതി. അത് ഫ്രീ ആയിട്ട് കിടക്കുക, എവിടെ വേണമെങ്കിലും പിറക്കി തരും അവന്മാര്. കാത്തിരിക്കുക, നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞ് കാത്തിരിക്കുക. പറഞ്ഞ മനസ്സിലായോ? ജോസഫ് അഖിൽ, എന്ത് പേരാപ്പാ, ജോസഫ് അഖിൽ മുഹമ്മദ്. ആഹാ, ഇത് എന്തുവാ, ആന്റണി അക്ബർ ആന്റണി അന്തോണിയോ എന്ന് പറയുന്നത് പോലെയാ ഇവന്മാര് പേരൊക്കെ ഇട്ട് ഫേക്ക് ഐഡി കൊണ്ടുവന്നിരിക്കുന്നത്. സലീം പൊനം കടവൻ, അവന്റെ ഭാര്യയുടെ കക്കൂസ് തുറന്നപ്പോൾ കിട്ടിയത് അവന്റെ കയ്യിലിരിക്കുന്ന തൂറിയിട്ട സാധനമൊന്ന്. അതെന്താടാ, നിന്റെ ഭാര്യയുടെ കക്കൂസ് തുറന്നു കഴിയുമ്പോഴത്തേക്കും തൂറിയിട്ടാണോ നീ ഇപ്പം ഭാര്യ മോളെ പ്രസവിക്കുന്നത്, കുഞ്ഞിനെ പ്രസവിക്കുന്നേ? സലീം പൊണം കടവൻ ഭാര്യ തൂറിയിട്ട് പ്രസവിച്ചിട്ടിരിക്കുന്ന മോൻ. എടാ പോടാ പോയി നിന്റെ ഭാര്യയോട് പോയി പറ അവിടെ കക്കൂസ് അടച്ചു വെക്കാൻ പറ, അല്ലെങ്കിൽ അടുത്തതിനെയും തൂറും ഇതുപോലെ നിന്റെ കയ്യിലിരിക്കുന്നത് പോലെ. മനസ്സിലായോ? അമീർ തീക്കുണ്ണി, അത് നീയൊക്കെ പ്രാർത്ഥിച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും ഇല്ലടാ. യഥാർത്ഥ മിസൈൽ വന്നാലല്ലേ പ്രയോജനമുള്ളൂ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജവിയിൽ അഴുക്കെടുക്കാൻ വേണ്ടി മിസൈൽ വന്നിട്ട് കാര്യമുണ്ടോ? മിസൈൽ വന്നു കഴിഞ്ഞാൽ പ്രയോജനമുണ്ട്. അല്ലാതെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ജവിയിൽ അഴുക്കെടുക്കാൻ വേണ്ടി മിസൈൽ വന്നിട്ട് പോയാൽ വല്ല പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിൽക്കുന്നത് ടെല്ലവീവിലാണ്. ഈ ടെല്ലവീവിനെ കുറിച്ചാണ് ഇവിടെ നാട്ടിൽ മുഴുവനും മാധ്യമ ചാനലുകൾ മുഴുവനും പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ടെല്ലവീവ് എന്ന് പറയുന്നത് ഭയാനകമായ അന്തരീക്ഷത്തിലൂടെ ടെല്ലവീവ് അങ്ങ് പോകുകയാണ്, ടെല്ലവീവ് അങ്ങ് കത്തുകയാണ്, ടെല്ലവീവില് ഭയങ്കര എന്താ പറഞ്ഞ പ്രശ്നം നടക്കുകയാണ്, ആന നടക്കുകയാണ്, മറ്റേത് നടക്കുകയാണ്, മറിച്ചത് നടക്കുകയാണെന്ന് പറഞ്ഞ് ടെല്ലവീവിനെ കുറിച്ച് ഉള്ള എല്ലാ കഥകൾ മുഴുവനും പ്രചരിപ്പിച്ച് ടെല്ലവീവിനെ കുറിച്ച് മനസ്സിലായോ? ടെല്ലവീവിനെ കുറിച്ച് സകല വ്യാജത്തരവും ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക മാധ്യമ ചാനലുകൾ. ഞാൻ ടെല്ലവീവിൽ ഇരിക്കുക, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഒരു ഭീകരാന്തരീക്ഷവുമില്ല, ഇവിടെ സമാധാനം തന്നെയാണുള്ളത്. പക്ഷെ ഈ ടെഹ്റാൻ അതല്ല. ടെഹ്റാൻ നിന്ന് കത്തുകയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഹ്റാനിൽ എന്തു പറയുന്ന എണ്ണ പാടങ്ങൾ കത്തുന്നു, ബങ്കറുകൾ കത്തുന്നു, പോരാത്തതിന് ആണവ നിലയം നിന്ന് കത്തുന്നു, പിന്നെ വാർത്താ ചാനലുകളിൽ നിന്ന് കത്തുന്നു. അവിടെയും ഇവിടെയും എല്ലാം ബോംബിട്ട് ഈ ഇറാനിലെ നിരവധി സൈനിക തലവന്മാർ ചത്ത് ഒടുങ്ങുക. ഒരുത്തനെ കൊന്നു കഴിഞ്ഞപ്പോൾ അടുത്തവൻ ചെസ് നമ്പർ 2 എന്ന് പറഞ്ഞു വന്നു. ചെസ് നമ്പർ 2 എന്ന് പറഞ്ഞു വന്നവൻ അവിടെയും ചത്തൊടുങ്ങി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം.
ഈ ഇസ്രായേൽ നടത്തിയ ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് 10 മാസം കൊണ്ട് അവർ നടത്തിയ പ്ലാനിന്റെയും പദ്ധതിയുടെയും ഭാഗമായിട്ട് നടക്കുന്നതായി ഇന്ന് നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് തന്നെ. ഈ ഇറാൻ നിന്ന് കത്തുന്നതിന്റെ പിന്നിലെ കാരണം 10 മാസത്തെ മൊസാദിന്റെ പ്ലാനാ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇറാനിൽ പോയി മൊസാദ് തങ്ങളുടെ എന്താ പറയുന്ന ഓപ്പറേഷൻ സെറ്റ് ചെയ്തത് എങ്ങനെയാന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത്. ഇറാനിൽ ചെന്നിട്ട് അവര് എന്താ പറയുന്നത്, ഡ്രോണുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനി അവിടെ രൂപീകരിച്ചു. ഇറാനിൽ ചെന്നിട്ട് മൊസാദ് ചെയ്ത പരിപാടിയാണ്. അവിടെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന കമ്പനി രൂപീകരിച്ചു. അവിടുന്ന് ഡ്രോണുകൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അതിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മൊസാദായിരുന്നു. അതുപോലും അറിയാതെ ഈ പൊട്ടന്മാര് അവരിൽ നിന്നും ഡ്രോണുകൾ വാങ്ങിച്ചപ്പോൾ അതിനകത്ത് മുഴുവനും ചിപ്പുകൾ കടത്തി അവിടെ നടക്കുന്ന രഹസ്യങ്ങൾ മുഴുവനെയും ആര് ചോർത്തിയെടുത്തു? ഈ മൊസാദ് ചോർത്തിയെടുത്തു. ഇപ്പൊ പോലും അവന്മാരുടെ ഇടയിൽ ആരാണ് മൊസാദ് എന്ന് അറിയാതെ ഇവന്മാർ തമ്മിൽ തല്ലിതല്ലി തിന്നുകയാണ്. നീയാണോ മൊസാദ്, നീയാണോ മൊസാദ്, നീയാണോ മൊസാദ് എന്ന് പറഞ്ഞിട്ട് ഇസ്മായിൽ ഖനയ്യ കിടന്ന് ഉറങ്ങിയതിന്റെ മൂട്ടിനെ താഴെ കൊണ്ട് മിസൈലിട്ട് പൊട്ടിച്ചതായി ഇസ്രായേല്. ഒന്ന് ചിന്തിച്ച് നോക്കണം പ്രിയ സഹോദരങ്ങളെ. മനസ്സിലായോ? ബിനീഷ് കെ കറിക്കല് നിന്റെ മുറിയണ്ടി ബിനീഷേ, നിന്റെ അണ്ടി അരിഞ്ഞ് നിന്റെ അമ്മയെ കൊണ്ടുപോയി കറി വെക്കാൻ പറയടാ, വിവരം കെട്ടവനെ. പോടാ, തൂറി ഉണ്ടാക്കിയ അമ്മ, ഓടി നടന്ന് പറവടി അമ്മ ഉണ്ടാക്കിയിട്ടതിന്റെ കൊണക്കലാടാ നീയൊക്കെ വന്ന് എന്റെ പേജിൽ വന്ന് ചൊറിയുന്നത്. നല്ല തന്തയ്ക്കും തള്ളയ്ക്കുവാ നീയൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്റെ പേജിൽ വന്ന് ഇങ്ങനെ അടി കൊള്ളത്തില്ലായിരുന്നു. നാണം കെട്ടവന്മാരെ. ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്നും അടി കൊള്ളാൻ തക്കവണ്ണം നീയൊക്കെ അത്രയും ശിഖണ്ഡിയായിട്ട് ജനിച്ചു പോയതിന്റെ പിന്നിലെ കാരണം നിന്റെ അമ്മ പറവടി ഓടി നടന്ന് നിന്നെ വെടിവെച്ചിട്ടതിന്റെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിരുന്ന് പറയുന്നത്. അപ്പോൾ നിനക്കൊക്കെ കൊണച്ച വർത്തമാനം എന്നോട് പറയണമെന്ന് തോന്നിയാൽ നിന്റെ കൊണച്ച വർത്തമാനം കേട്ടോണ്ടിരിക്കാനല്ല റീന ഇവിടെ ലൈവിൽ വരുന്നത്. എന്നോട് കൊണച്ച വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയുടെ കൊതത്തിനകത്തോട്ട് ഇസ്രായേലിന്റെ മിസൈൽ കയറ്റി വെച്ച് അടിച്ച് അവളെ പിന്നെ കൊതം പൊട്ടിത്തെറിച്ചവളായിട്ട് നിന്നെയൊക്കെ പ്രസവിച്ചിട്ടത് കൊണ്ടാണല്ലോ, കൊതം വഴിക്ക് ദൂറിയിട്ടത് കൊണ്ട് കുഴപ്പമാണല്ലോ നീയൊക്കെ ലൈവിൽ വന്ന് കിടന്ന് ഈ ചമാരി ചൊറിയുന്നത്. മനസ്സിലായോ? വിവരം കെട്ടവന്മാരെ, എന്റെ ലൈവിൽ കയറി വന്ന് എന്നോട് തോന്നിയവാസം പറയുമ്പോ ഞാൻ കേട്ടോണ്ടിരിക്കണോ? പിന്നെ അതിന് എന്തുവാ, നിനക്ക് കൊതം തരുന്നവളുമാരായിരിക്കും കേട്ടോണ്ടിരിക്കുന്നത്. മാധ്യമ ചാനലുകൾമാരിൽ കുറേമാരുണ്ടല്ലോ, അവളുമാരിൽ നിന്ന് കേൾക്കുമായിരിക്കും നിനക്ക് കൊതം തരുന്നവളുമാര്. മനസ്സിലായോ? പക്ഷെ എനിക്കൊന്നും നിന്റെ ഒന്നും ഡയലോഗൊന്നും കേട്ടിരിക്കേണ്ട കാര്യമൊന്നും ലൈവിൽ വന്നിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലായോ? തന്ന തിരിച്ച് മനസ്സിലായോ? ടോമാഞ്ചെറിയെ മോൻ പോയിക്കോ, പോയി അടുത്ത ഫേക്ക് ഐഡി ഉണ്ടാക്കിയിട്ട് തൽക്കാലത്തേക്ക്. മനസ്സിലായോ? പോയി അടുത്ത ഫേക്ക് ഐഡി വല്ലതുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി കൊണ്ടുപോവാ, സ്ഥലം കാര്യമാക്ക്. ഒരു മിനിറ്റ്, ഞാൻ അപ്പുറത്തോടൊന്ന് കിടക്കട്ടെ. എന്റെ പ്രൊഫൈലിൽ കയറി വന്ന് എന്നെ തോന്നിയ മാസം പറയുമ്പോ ഞാൻ കേട്ടോണ്ടിരിക്കണം പോലെ. അയ്യടാ അയ്യോ നടന്ന കഥ കണക്ക് തന്നെ. നിന്റെയൊക്കെ തോന്നിയ മാസം കേൾക്കാനായിട്ടേ എന്നെ പ്രസവിച്ചിട്ടിരിക്കുന്നത് തന്റെ കുലുക്കന്മാര് കയറി ഹണാ ഹുണ എന്ന് പറയുമ്പോ കേട്ടോണ്ട് മിണ്ടായിരിക്കും പൊന്നു മോളെ എന്നല്ല പറഞ്ഞത്. അണ്ടി ചവിട്ടി പൊട്ടിക്കണമെന്നാ പഠിപ്പിച്ചിട്ടിരിക്കുന്നത്. അത് തുലുക്കനാണെങ്കിലും മേധവനാണെങ്കിലും പെണ്ണിനെ നോക്കി തോന്നിയ മാസം പറയാൻ വാ തുറന്നിട്ടുണ്ടെങ്കിൽ അണ്ടി ചവിട്ടി പൊട്ടിച്ചത് അതെടുത്തവന്റെ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുക്കണമെന്നാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ അടുത്ത് ചൊറിയാൻ വന്നാ വിവരം പഠിപ്പിച്ചു വിടും. പിന്നെ ഇവിടെ കിടന്ന് കൊണ പറയരുത്. റീന അങ്ങനെ പറഞ്ഞു, റീന ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരയരുത്, കരഞ്ഞു മെഴുകരുത്. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് എന്ത് ചെയ്യണം, സംസാരിക്കണം. ടെല്ലവീവിൽ നിന്ന് കത്തുന്ന പോലെ, ടെല്ലവീവിൽ ഭീകര അന്തരീക്ഷം. ഇവിടെ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ടെല്ലവീവിലെ അന്തരീക്ഷം ഭയങ്കര ഭീകരമായ അന്തരീക്ഷമാണ് ടെല്ലവീവില് ഇവിടെ കിടക്കുന്നത്. വ്യാജത്തരം പറഞ്ഞു ജനങ്ങളെ പറ്റിച്ച് കുറെ മീഡിയാസുകൾ ഇറങ്ങിയിട്ടുണ്ട് തുലുക്കന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? തുലുക്കന്മാര്
അബൂ സൈന് അതിന്റെ ഉമ്മയുടെ കുണ്ടിക്കകത്തുനിന്ന് ഉമ്മ തൂറുന്നതിന്റെ ആടാ. അബൂ സൈനെ അത് ഉമ്മ എന്തുവാ ഇളകി തൂർന്നതിന്റെ സൗണ്ടാ കേൾക്കുന്നത്, സൈറൻ അല്ല മോനെ. അബൂ സൈന്റെ ഉമ്മ ഇളകി തൂറുകയാണെന്ന്. അതിനിപ്പോ അബൂ സൈറിന്റെ ഉമ്മ ഇളകി തൂറുകയാണെങ്കിൽ അവിടെ കൊതത്തിനകത്ത് മിസൈൽ ഇരിക്കുക പ്രിയ സഹോദരങ്ങളെ. വിസിലില്ലേ, ഇറാൻ അയച്ചു കൊടുത്ത അബൂ സൈന്റെ ഉമ്മയുടെ കൊതത്തിനകത്തൊരു മിസൈൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് ഉമ്മ ഇളകി തൂർന്ന സമയത്തെല്ലാം അവന്റെ വീട്ടിനകത്തോട്ട് സൈറൻ കേൾക്കുന്നു. അത് കേൾക്കുന്ന സമയത്ത് അവൻ ഇറങ്ങി ഓടുമെന്ന്. അറിഞ്ഞില്ലായിരുന്നു, കേട്ടില്ലായിരുന്നു. ഇപ്പോഴെങ്കിലും അറിയിച്ചു തന്നല്ലോ, വളരെ സന്തോഷമുണ്ട്. ഈ ഇസ്രായേലിനെ നോക്കിയിട്ട് ഈ വിവരം കെട്ടവന്മാര് എന്തൊക്കെയാ പറഞ്ഞ് പടച്ചു വിട്ടത് എന്റെ പ്രിയ സഹോദരങ്ങളെ. വാർത്താ ചാനലുകളെല്ലാം എന്തെന്ത് കള്ളത്തരങ്ങളും എന്തെന്ത് വ്യാജവുമൊക്കെയാണ് ഇവന്മാര് പടച്ചു വിട്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇത് സൈക്കിളുകൾക്ക് മാത്രം പോകാനുള്ള ഒരു വഴിയാണ്, ഇത് മനുഷ്യർക്ക് നടക്കാനുള്ള നടപ്പാതയാണ്. ഈ സൈഡിൽ മൊത്തം ഒറിജിനൽ സൈക്കിളാണോ? ഒറിജിനൽ സൈക്കിൾ. അതിന് ഡ്യൂപ്ലിക്കേറ്റ് സൈക്കിളാണോ ഇരിക്കുന്നത്? ഇതെല്ലാം ഒറിജിനൽ സൈക്കിൾ തന്നെയാണ്. മനസ്സിലായോ? ഇവിടെ എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരവരുടെ ജോലി ചെയ്യുന്നു. അവരവര് എന്താ പറയുന്നത്, ഇസ്രായേൽ അവരുടെ ജനത്തിന് എല്ലാ തരത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്ത് അവരെ സേഫാക്കി സൂക്ഷിക്കുന്നു. ഇതെല്ലാം ചെയ്തപ്പോഴും ഇസ്രായേലിൽ ടെല്ലവീവ് നഗരം നിന്ന് കത്തുന്നു, എല്ലാം കൂടി അങ്ങ് തകർന്ന് താളടിയായി അങ്ങ് ടെല്ലവീവ് അങ്ങ് കിടക്കുന്നു എന്നുള്ള വ്യാജ വാർത്തകള്. ടെല്ലവീവിനെ ഗാസയോട് ഉപമിക്കുക കുറെ കൂതറകള്. മാലു ശ്യാം, ആ പ്രൊഫൈലിൽ കാണുന്ന മാലു ശ്യാമേ, നിന്റെ കൊതത്തിന് വിശാലതയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഈ വരുന്ന തുലുക്കന്മാർക്കെല്ലാം നീ കുനിഞ്ഞു നിന്ന് കൊടുക്കടി. മാലു ശ്യാമേ, കഴിവേറി മോളെ, എന്നെ ഉപദേശിക്കാൻ വന്നാലുണ്ടല്ലോ കൊറോണ ഞാൻ അടിച്ചു പൊട്ടിക്കും. പിന്നെ ഇവിടത്തെ ബാക്കി കിടക്കുന്ന മിസൈലിന്റെ ബാക്കി ഉണ്ടെങ്കിൽ നിന്റെ കൊതത്തിനകത്തോട്ട് കയറ്റി ഞാൻ അടിക്കും. കഴിവേറി മോളെ, ഇറങ്ങിപ്പോടി എന്റെ പേജിൽ നിന്ന്. കഴിവേറി, നിന്റെ കൊതത്തിന് ഭയങ്കര വിശാലത തോന്നിയിട്ടുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്തടി, വന്ന് ചോദിക്കുന്നവന്മാർക്കല്ല നിന്റെ കൊതം വിരിച്ചു കൊടുക്കടി. കഴിവേറി മോളെ മാലു ശ്യാമേ, ചേച്ചേ, നിന്റെ കൊതം അത്രയ്ക്കും വിശാലമായിട്ട് കിടക്കുവാണോ? പന്ന കഴിവേറി മോളെ, എന്റെ പേജിൽ വന്ന് സകല തോന്നിവാസം എഴുതി കഴിവേറി മക്കള് വൃത്തികേടുകളും പറയുന്ന ആഭാസവും പറയുമ്പം നിന്നോടൊക്കെ ചോദിച്ചാൽ നീയൊക്കെ കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടായിരിക്കണോടി? കഴിവേറി ചേച്ചേ ആണോടി? ഞാൻ അറിയാണ്ട് ചോദിക്കുക. നീയൊക്കെ കണ്ടവന്മാർ വന്ന് നിന്റെ അടുത്തൊക്കെ കൊതം ചോദിക്കുമ്പോഴും പൂർവ്വം ഒഴിക്കുമ്പോഴും മറ്റത് ഒഴിക്കുമ്പോഴും നീയൊക്കെ തുറന്നു വെച്ച് കൊടുക്കുന്ന പറഞ്ഞ നിന്റെ സംസ്കാരമാണോ ഞാൻ പഠിക്കേണ്ടത്? ഞാനാണോ നിന്റെ സംസ്കാരം പഠിക്കേണ്ടത്? എന്നോട് ചോദിച്ചാലുണ്ടല്ലോ പിടിച്ചു വെച്ച് വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ അവന്റെ അണ്ണാക്കിനകത്തോട് ഞാൻ തിരികെ കൊടുക്കും. പറഞ്ഞ മനസ്സിലായോ? കഴിവേറി മോളെ, കൊതം തുറന്നു വെച്ച് കൊടുക്കുന്നവന്മാർ ഇങ്ങോട്ട് വന്നിരിക്കുക ഉപദേശവും പറഞ്ഞുകൊണ്ട്. ചെറ്റത്തിനും അതൊക്കെ പണ്ട് നിന്റെയൊക്കെ പറയും. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിയടി നായിന്റെ മക്കളെ. ഈ കാലഘട്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പഠിക്ക്. തുലുക്കന്മാരെല്ലായിടത്തും ആധിപത്യം സ്ഥാപിച്ച് പെണ്ണുങ്ങളുടെ മാനത്തിന് വില പറഞ്ഞുകൊണ്ട് വഴിയിലിട്ട് ബലാത്സംഗം ചെയ്യുന്നു. കൊച്ചു പിള്ളേരെ പീഡിപ്പിക്കുന്നു. ഗർഭിണികളെ ഇട്ട് ബലാത്സംഗം ചെയ്യുന്നു. വയറ്റിനകത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളെ വയറ് കീറി പൊളിച്ചെടുത്തോണ്ട് ചെയ്യുന്നു. ഇത് കൊതമതിന്റെ കാലം തൊട്ട് തുടങ്ങിയതാ. അന്യന്റെ ഭാര്യമാരെ കൊന്നിട്ട്
ആ കൊന്ന പെൺകുട്ടികളായിട്ട് ബലാത്സംഗം ചെയ്യുന്ന അന്ന് തൊട്ടേ പെൺവർഗം എന്ന കഴുതകൾ കൊതം കൊടുക്കാൻ വേണ്ടി വിശാലമാക്കിയും അവന്മാർ ചോദിക്കുമ്പോഴെല്ലാം നീയൊക്കെ തുറന്നു കൊടുക്കാനിരുന്നതിന് കുഴപ്പമാടി കഴിവേറി മക്കളെ ഇങ്ങനെ കയറി വന്ന് അവന്മാർ ലൈവിലൊക്കെ സംസാരിക്കുന്നത്, പെണ്ണിനോട് ഇങ്ങനെ സംസാരിക്കാൻ അവന്മാരുടെ നാക്ക് പൊങ്ങുന്നത്. പറഞ്ഞു മനസ്സിലായോ? നിന്നോടൊക്കെ സംസാരിക്കുമ്പോൾ തിരിച്ചവന്റെ അണ്ണാക്കിനകത്തോട്ട് കയറ്റി കൊടുത്തിരുന്നെങ്കിലുണ്ടല്ലോ ഒരുത്തനും കയറി ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? വിനീത രാജേഷ്, വിനീത രാജേഷേ, നീ ഇപ്പൊ കൊതം കൊടുത്തോണ്ടിരിക്കല്ലേ? അവിടെ നിന്ന് മാറിയിരുന്ന് കൊതം കൊടുത്താ മതി, ഇങ്ങോട്ട് വരരുത് സംസാരിക്കാനായിട്ട്. പറഞ്ഞ മനസ്സിലായോടി? നിനക്ക് കാമഭ്രാന്ത് മൂത്ത് കിടക്കുകയാണെന്ന് പറഞ്ഞാൽ നീ അങ്ങ് കൊതം കൊടുത്ത് അങ്ങോട്ട് മാറിയിരി. കൂടെ ഇരിക്കുന്നവരുടെയും കൊതം കൊടുക്ക്. രണ്ടുപേരും കൂടി പോയി തുലുക്കന്മാർക്ക് മാറി നിന്ന് മലപ്പുറത്ത് പോയി നിന്ന് കുനിഞ്ഞു കൊടുക്ക്. വെളിച്ചെണ്ണയുമായിട്ട് പോയിക്കോ രണ്ടെണ്ണവും. പറഞ്ഞ മനസ്സിലായോ? എന്റെ പേജിനകത്ത് വരരുത് സംസാരിക്കാനായിട്ട്. എന്റെ പേജിൽ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ പെണ്ണെന്നും പറഞ്ഞു നോക്കത്തില്ല, ഞാൻ ആണെന്നും പറഞ്ഞു നോക്കത്തില്ല. കാലേ വരെ ഞാൻ നിലത്തടിക്കും ചെറ്റകളെ. പറഞ്ഞ മനസ്സിലായോടി? കഴിവേറി മക്കളെ. അങ്ങ് ഇറങ്ങിയിരിക്കുക കുറെ എണ്ണങ്ങള്. തുലുക്കന്മാർക്ക് കൊതം കൊടുത്ത് വിശാലമാക്കി വെച്ചിരിക്കുന്ന കുറെ കഴിവേറി പെമ്പിള്ളാര്. നീയൊക്കെ പെണ്ണായിട്ടാണോടി നീയൊക്കെ ജീവിക്കുന്ന നാട്ടിലെ കഴിവേറികളെ? എടി പേര് വിനീതാന്നാ, പിന്നെ ക്രിസ്ത്യാനിയുടെയും ഹിന്ദുവിന്റെയും പേരിട്ടിട്ട് തുലുക്കന്മാരുടെ മുറിയണ്ടിക്ക് വേണ്ടി ആ അറമാദിച്ച് നടക്കുന്ന കുറെ നായിന്റെ മക്കള്. ഒന്ന് ആലോചിച്ച് നോക്കിക്കോണം. ചെറ്റ മനുഷ്യന്റെ തുലുക്കന്മാരുടെ ലൈഫ് ലോകം മുഴുവനും നശിച്ച് നാറാണക്കല്ലെടുത്ത് എല്ലായിടത്തും ആധിപത്യം സ്ഥാപിച്ചു വെച്ചിരിക്കുക. എല്ലായിടത്തും എങ്ങനെയാ ആധിപത്യം സ്ഥാപിച്ചത്? പെണ്ണല്ലാതിരുന്നത് കൊണ്ടാ. പെണ്ണിന്റെ മാനത്തിന് വില പറഞ്ഞ് ചോദിച്ചും കമന്റ് ബോക്സുകളിലും അല്ലാതെയും എല്ലാം ഇവന്മാര് സംസാരിക്കുന്ന സമയത്ത് നീയൊക്കെ ഭയങ്കര ഭക്തകളെ പോലെ ഭയങ്കര മറ്റിടത്ത മക്കളെ പോലെയൊക്കെയാ. നീയൊക്കെ മിണ്ടാതിരുന്നപ്പോഴത്തേക്കും അവനൊക്കെ നിന്റെ തലയ്ക്കകത്ത് കയറി നിന്റെ മാനം വില പറയുന്ന തക്ക വിധത്തിൽ അവന്മാരെ വളർത്തിവിട്ടത് നീയൊക്കെ ആടി കഴിവേറി മക്കളെ. തിരിച്ചു കൊടുക്കേണ്ടതിന് വരെ കൊടുക്കാതെ. ഇന്നത്തെ കാലത്ത് മക്കളെ കരാട്ടെ പഠിപ്പിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? കണ്ടവന്മാരെ അറമാദിക്കാൻ വേണ്ടി അവിടെ ഇവിടങ്ങളിൽ കയറി തൊടുകയോ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ മൂട്ടിന് താഴെ ചവിട്ടി പൊളിപ്പിക്കാൻ വേണ്ടിയിട്ടാ കരാട്ടെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ടാ മക്കളെ കരാട്ടെ പഠിപ്പിച്ച് വിടുന്നത്. അങ്ങനെ നിങ്ങള് അഭ്യാസം തികഞ്ഞവരായിരിക്കണം. അല്ലാതെ നിങ്ങളടുത്ത് വന്ന് തോന്നിവാസം സംസാരിക്കുന്നവൻ ജോൺ മാത്യു ജോൺ കെ സംസ്കാരമില്ലാത്ത വർഗത്തിന് മറുപടി കൊടുക്കരുത്. എന്നൊരു കാര്യം കിടന്നു കൊടുക്ക്. സംസ്കാരം ഇല്ലാത്തവന് മറുപടി കൊടുക്കണ്ട. നീ ഒരു കാര്യം നിന്റെ ഭാര്യയെ ചോദിക്കുമ്പം മോളെയും കൂടി ചേർത്ത് വെച്ച് അവനോട് കൊടുക്ക്. പറഞ്ഞു മനസ്സിലായോ? പോടാ ശിഖണ്ഡികളെ, നാണം കെട്ടവന്മാരെ, പോയിനടാ എന്റെ പേജിൽ നിന്ന്. നീയൊക്കെ എന്തിനാടാ എന്റെ പേജിൽ വന്ന് വലിഞ്ഞേറി കിടക്കുന്നത്? വിവരം കെട്ടവനെ, സ്വന്തം ഭാര്യയുടെ മാനത്തിന് വില പറഞ്ഞാൽ പോലും മറുപടി കൊടുക്കരുതെന്ന് പറഞ്ഞ് ശിഖണ്ഡി ആയിരിക്കുന്നവനെ, അവളുടെ മാനത്തെ വെല്ലവനും വെല്ലുവിളിക്കുമ്പോ പോലും നീ ആണല്ലാത്തത് കൊണ്ടാണ് വെല്ലവനും നിന്റെ ഭാര്യയുടെ മാനം ചോദിക്കേണ്ടി വരുന്നത്. മനസ്സിലായോ? നീ ആണല്ലാത്തത് കൊണ്ടാണ്. ജിബിൻ മഞ്ഞുമേലെ നീ ചിലപ്പോ മഞ്ഞുമേലെന്ന് ഇറങ്ങി മരുഭൂമിയിലോട്ട് പോകും ചിലപ്പം. പറഞ്ഞ മനസ്സിലായോ? മഞ്ഞുമേലെന്ന് കയറി ഇനി മരുഭൂമിയിലോട്ട് ചിലപ്പോ നീ ഇറങ്ങിപ്പോകും. കൂടുതൽ നേരം ഇവിടെ നിന്ന് വിലസിയാൽ. ഞാൻ അതും കൂടി പറഞ്ഞേക്കുവാ. ഇറങ്ങി പോടാ ശിഖണ്ഡിക്കുണ്ടായവനെ. നീ പോയി ബാംഗ്ലൂരിൽ പോയിട്ട് ആദ്യം പോയി നിന്റെ ചെറിയ ചുണ്ണിയില്ലേ അത് പോയി ഓപ്പറേഷൻ ചെയ്ത് ആണായിട്ട് വന്ന് സംസാരിക്കേ. ജിബിൻ മഞ്ഞുമേലെ ഇതിന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉള്ള പേജാ, അല്ലാതെ കണ്ട ശിഖണ്ഡികൾക്ക് കയറി ഇറങ്ങി നരങ്ങാനുള്ള പേജല്ല ഈ പേജ് എന്ന് പറയുന്നത്. പറഞ്ഞ മനസ്സിലായോ? ബിനു ജോസഫ് നിന്റെ ഭാര്യയുടെ കോതം പൊളിക്കാനായിട്ട് ഇപ്പൊ ഓൾറെഡി തുലുക്കന്മാര് വീട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് മുലകുടി സഹോദരിയായ നിന്റെ ഭാര്യയും അമ്മയും കൊതം കൊടുക്കുന്നുണ്ടല്ലോ. ആ പരിപാടി പോയി നോക്ക് ആദ്യം. ആ കൊതം വിശാലമാക്കി അവർ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോയി നോക്ക്. അവരുടെ കൊതം ചെത്തി റെഡിയാക്ക്. ബിനു ജോസഫേ, ഭാര്യയുടെയും അമ്മയുടെയും കൊതം പോയി ആദ്യം ചെത്തി റെഡിയാക്കി തുലുക്കന്മാർക്ക് പാകത്തിന് വേണ്ടി റെഡിയാക്കി കൊടുക്ക്. ഇവിടെ വന്നാലുണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊതം ചിലപ്പോ പൊളിയും. പറഞ്ഞ മനസ്സിലായിട്ടാ ബിനു ജോസഫേ? ഇവിടെ വന്ന് എന്റെ അടുത്ത് സംസാരിച്ചാൽ നിന്റെ ഭാര്യയുടെയും അമ്മയുടെയും കൊതം ഞാൻ പൊളിക്കും.
സാധാരണ മിസൈൽ കൊണ്ടായിരിക്കത്തില്ല പൊളിയുന്നത്. ഇറാൻ വിട്ട ബാലസ്റ്റിക് മിസൈൽ ആയിരിക്കും നിന്റെ അമ്മയുടെയും ഭാര്യയുടെയും കൊതം പൊളിക്കാൻ പോകുന്നത്. ബിനു ജോസഫിന്റെ പറഞ്ഞ മനസ്സിലായോ? ചെല്ലേ ചെറ്റേ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും എന്റെ പേജിൽ വന്ന് സംസാരിക്കണം. ഈ കാലഘട്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വിനീത രാജേഷ്, ഓ ആ കൂടെ ഇരിക്കുന്നവരുടെ പേരാണോ പൂറി? ഹായ് പൂറി. ഒരുത്തിയുടെ പേര് വിനീത രാജേഷ്, മറ്റവരുടെ പേര് പൂറി. അവളുടെ പേര് പറഞ്ഞില്ല പോലും ഞാൻ. ശരി, അവളുടെ പേര് ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ആ പൂറിക്കും ഒരു ഹായ്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തണം. പേടിക്കരുത് ഈ കാലഘട്ടം. പറഞ്ഞ മനസ്സിലായോ? ഈ കാലഘട്ടം നിങ്ങൾ പേടിക്കരുത് പ്രിയ സഹോദരങ്ങളെ. ഈ കാലഘട്ടത്തെ മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്താനും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനും. ആരുടെ മുമ്പിലും സംസാരിക്കാനോ ആരും മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മിണ്ടാതെ തലകുനിച്ചു പോകുന്ന രീതിയിലോ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്താൽ അത് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടമായി ഭവിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. ലോകം മുഴുവനും ഇന്ന് തുലുക്കന്മാരുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാ. പറഞ്ഞ മനസ്സിലായോ? ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും ഇങ്ങനെ ഇരുന്ന് ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവനും ഇങ്ങനെ ഇരുന്നാണ് ഇതുപോലെ പറഞ്ഞു സംസ്കാരം കൂടിപ്പോയതിന്റെ കുഴപ്പമാ ക്രിസ്തീയ രാജ്യങ്ങൾ മുഴുവൻ ഇപ്പൊ തുലുക്കന്മാരുടെ കയ്യിൽ കയറിയിരിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? വിനിത രാജേഷ് കൊതം കൊടുപ്പുകാരി ആയതുകൊണ്ടാ ഞാൻ ലൈവിൽ വന്ന് കമന്റ് ഇട്ടതെന്ന്. ഇവിടെയുള്ള തുലുക്കന്മാർക്ക് ആർക്കെങ്കിലും ഒക്കെ വിനിത രാജേഷിനെ ഒന്ന് സമീപിക്കാമെന്ന് അവൾ പറയുന്നത്. വിനിത രാജേഷ്, കുഴപ്പമില്ല, നിന്റെ കുണ്ടി തിരക്കി എല്ലാവരും വരുന്നതായിരിക്കും. കാരണം നിന്റെ കുണ്ടിയുടെ ഒരു ഫോട്ടോയും കൂടി അങ്ങ് ഇട്ടേരെ, രണ്ടുപേരുടെയും. ആ ഇരിക്കുന്ന രണ്ടുപേരുടെ, ആ പൂറി മോളുടെ നിന്റെ കൂടെ ഇരിക്കുന്ന നിന്റെ കൂട്ടുകാരി പൂറിയുടെയും പിന്നെ വിനിത രാജേഷിന്റെയും രണ്ടുപേരുടെയും കൊതം കുനിച്ചു നിർത്തി 2 ഫോട്ടോ എടുത്ത് ഇതിനകത്ത് അങ്ങ് ഇട്ടേരെ. നിങ്ങളെ തിരക്കി ആളുകൾ വരുന്നതായിരിക്കും. മനസ്സിലായോ? അതുകൊണ്ട് സൗദത്ത് അഷറഫ്, ആമിനത്താത്തയാണോ കാട്ടവരാതി? അവള് കാട്ടരവരാതിയല്ല, അവള് പറവടി അപരാധിയാ ആമിനത്താത്ത. മനസ്സിലായോ? മനസ്സിലായോ? അതുകൊണ്ട് എന്റെ ലൈവിൽ വന്നിട്ട് നിങ്ങൾ സംസാരിച്ചിട്ട് പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ സംസാരത്തിനനുസരിച്ച് ഇവിടെ മിണ്ടാതെ കൊണ പറഞ്ഞിട്ട് വിനീത രാജേഷിനെ പോലെ കുണ്ടി കൊടുത്തോണ്ടിരിക്കുന്നവളല്ല റീന. ഇവിടെ വന്ന് എന്റെ അടുത്ത് വന്ന് കുണ്ടിയോ വേറെന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്നവന്റെ മണിയിന്നൊലിയേ എന്ന് പറഞ്ഞ് കണക്കേന്ന് വെട്ടിയെടുത്ത് അവന്റെ അണ്ണാക്കിനകത്തോട്ട് അങ്ങ് കൊടുത്തിട്ട് പറയും ഇനി അവിടെ ഇരുന്ന് ആട്ടിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് റീന. മനസ്സിലായോ? അല്ലാതെ ഇവിടെ ഇരിക്കുന്ന കൊതം കൊടുപ്പുകാരികളെ പോലെ കൊതം കൊടുക്കുന്നവളല്ല. സൗദത്ത് അഷറഫ്, ആമിനത്താത്ത ചത്തല്ലോടാ, അറിഞ്ഞില്ലായിരുന്നു? ആ ശവം എപ്പോഴേ ചത്തു. ആ ശവവും ചത്തു, ആയിഷ ശവവും ചത്തു. 2 ശവങ്ങളും ചത്തിട്ടുണ്ട്. സലാം പലക്കാപ്പറമ്പില്. അയ്യോ, ആ ആയിഷയും ആമിനയും എന്ന പൂറി മക്കള് ചത്തു. നേരത്തെ തന്നെ ചത്തടാ. ആ ശവങ്ങൾ നേരത്തെ ചത്തിട്ടുണ്ട്. ആയിഷയുടെ പേരാണോ പൂറി മോള്? അയ്യോ, അവള് ചത്തായിരുന്നു. നിന്റെ ഉമ്മയുടെ പേരാണോ പറഞ്ഞത്? സലാം പലക്കറമ്പിൽ അറിയത്തില്ല. നിന്റെ ഉമ്മയുടെ പേരാണെങ്കിൽ അവള് ചത്തോ ചത്തില്ലയോ നീയാ പറയേണ്ടത്. മനസ്സിലായോ? ഇനി നിങ്ങളാ വരേണ്ടത്. പറഞ്ഞ മനസ്സിലായോ? അല്ലാതെ ഇവിടെ വന്നിട്ട് ചൊറിയാൻ നിൽക്കരുത്. ചൊറിഞ്ഞാലുണ്ടല്ലോ കാലയെ മടക്കി ഞാൻ അടിക്കും. മനസ്സിലായോ? എന്റെ അടുത്ത് വന്ന് ചൊറിഞ്ഞുകൊണ്ട് പോകരുത്. കാരണം എന്നെ നിങ്ങളെപ്പോലെ കൊതം കൊടുപ്പുകാരായിട്ട് എന്നെ വളർത്തിയിട്ടില്ല. എന്നോട് ചോദിക്കുന്നവന്മാർ, എന്റെ മാനത്തിന് വില പറയുന്നവന്മാർക്ക് തിരിച്ചു കൊടുക്കാനാണ് എന്നെ വളർത്തിയിട്ടുള്ളത്. അല്ലാതെ മാനത്തിന് വില പറഞ്ഞ് കണ്ട നായിന്റെ മക്കളൊക്കെ വന്ന് ചോദിക്കുന്ന സമയത്ത് കൂട്ടിക്കൊടുപ്പുകാരന്മാരെല്ലാം വന്ന് എന്റെ മാനത്തിന് വില പറയുന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നിട്ട് അയ്യോ എന്റെ മാനമേ എന്ന് പോകാനായിട്ട് റീന അങ്ങനെ വളർന്നിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെ സ്വയം എന്തുവാ അമ്മയും പെങ്ങളുടെ മാനം സംരക്ഷിക്കണമെന്നുള്ള നല്ല തൻ്റെയുള്ള ആണുങ്ങൾ മാത്രം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇരുന്നാൽ മതി. ഇതില്
അല്ലാതെ തുലിക്കം വന്ന് അമ്മയുടെ കൊതം ചോദിക്കുമ്പോൾ മോളുടെയും കൂടി കൊതം കൊടുത്തോണ്ടിരിക്കാൻ തക്കവണ്ണമുള്ള ശിഖണ്ഡികളാണെങ്കിൽ എന്റെ പേജിലിരുന്ന് കമന്റ് ഇടരുത്. പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയുള്ളവര് എന്റെ പേജിൽ വന്ന് എന്ത് ചെയ്യരുത്, കമന്റ് ഇടരുത്. പറഞ്ഞ മനസ്സിലായോ? സൗദത്ത് അഷറഫ്, ഇന്ത്യയിലെ കക്കൂസ് വാരലുകാരി നിന്റെ ഉമ്മയോ? ഓ, ഇന്ത്യയിലെ മൊത്തത്തിലും കക്കൂസിൽ കറങ്ങി നടന്ന് ഉമ്മ തീട്ടം വാരുവാണ്. എന്തിനു? നിന്നെ തീറ്റിക്കാനോ? എന്റെ പ്രിയ സഹോദരങ്ങളെ, സൗദത്തിന് എന്തുവാ, തീട്ടം നിന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതുകൊണ്ട് ഇന്ത്യയിലുള്ള കക്കൂസുകൾ മുഴുവനും ഉമ്മ ഓടി നടന്ന്, സൗദത്ത് അഷറഫിന്റെ ഉമ്മ ഓടി നടന്ന് കക്കൂസിലെ തീട്ടം വാരിയാണ് സൗദത്തിന് തീറ്റിക്കുന്നതെന്നാ സൗദത്ത് അഷറഫ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം തൂറിയ പാർസലുകൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണമെന്ന് അവനിപ്പം ഇവിടെ വന്ന് എന്റെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നത്. കാരണം 620 പേര് കമന്റ് ബോക്സിൽ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവരുടെയും തീട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരു വർഷത്തിലിരുന്ന് കുത്തിയിരുന്ന് തിന്നാവുന്നതായിരിക്കും. സൗദത്തെ വിഷമിക്കേണ്ട, നിന്റെ ആഗ്രഹം പ്രമാണിച്ചുകൊണ്ട് നീ നിന്റെ അഡ്രസ്സും കൂടി ഇട്ടേരെ. നിന്റെ അമ്മയ്ക്ക് ഇനി ഇന്ത്യയിൽ ഓടി നടന്ന് കഷ്ടപ്പെട്ട് കക്കൂസിലെ തീട്ടം വാരേണ്ട കാര്യം വരത്തില്ല. ഇവിടെ ഉള്ളവരെല്ലാം കൃത്യമായിട്ട് തന്നെ നിന്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് വരുന്നവരെല്ലാം തൂറി ആ പാർസൽ നിന്റെ വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും സൗദത്ത് അഷറഫെ. മനസ്സിലായോ? സൗദത്ത് അഷറഫിന്റെ കക്കൂസ് അവന്റെ ഓക്കെ. ഖാൻ നോ ഫേക്ക് ഐഡികളിൽ വരുന്നവർക്ക് മറുപടിയില്ല. ഞാൻ പെണ്ണ, ഒറ്റയ്ക്ക് നിന്നാ സംസാരിക്കുന്നത്. തന്റെ ഉള്ളവന്മാര് സ്വന്തം ഐഡിയിൽ വന്നിരുന്ന് എന്നോട് സംസാരിക്കണം. പറഞ്ഞ മനസ്സിലായോ? ബഷീർ അറിയാനി, ഇസ്രായേലിലെ എല്ലാ പെണ്ണുങ്ങളും നിന്നെ പോലെയാണോ? ഇസ്രായേലിലെ എല്ലാ പെണ്ണുങ്ങളും എന്നെ പോലെ ആയതുകൊണ്ടാണ് വിവരം കെട്ടവനെ നിന്റെ കൊതമതിന് വിഷം കൊടുത്ത് എന്ത് ചെയ്തത്? ജൂത സ്ത്രീ നിന്റെ കൊതമതിന്റെ കടി കൂടിയില്ലേ? ജൂതസ്ത്രീ എടുത്ത് നിന്റെ കൊതമത് കടി തീർക്കാൻ വേണ്ടി പോയപ്പോഴാ അവള് വിഷം വെച്ച് അണ്ണാക്കിനകത്തോട് തിരികെ കൊടുത്ത് നിന്റെ കൊതമത് എന്ന് പറഞ്ഞ് 2.5 വർഷക്കാലം കിടന്ന് എന്ത് ചെയ്തത്? ചത്തൊടുങ്ങിപ്പോയത്. ഇതുവരെയ്ക്ക് നിനക്ക് അറിയത്തില്ലായിരുന്നോ? ഇസ്രായേലിലെ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാ. ഇസ്രായേലിലെ പെണ്ണുങ്ങളെന്ന് പറയുന്നത്, ഇസ്രായേലിലെ പെണ്ണുങ്ങളടുത്ത് കൊതം ചോദിക്കാൻ പോയി കഴിഞ്ഞാലുണ്ടല്ലോ അവന്റെ അണ്ണാക്കിനകത്തോട്ട് കയറ്റി കൊടുക്കും. അതോടുകൂടി അണ്ണാക്ക് പൊട്ടിത്തെറിച്ചങ്ങ് ചാകും. അങ്ങനെയാണ് നിന്റെ കൊതമതിന്റെ അണ്ണാക്ക് പൊട്ടിത്തെറിച്ച് ചത്തത്. ജൂതപ്പെണ്ണിന്റെ തിരക്കി പോയതാ. അവൻ വേറെ വല്ല കാട്ടറബി എടുത്തും പോയിരുന്നെങ്കിൽ നിന്റെ കൊതമത് കുറച്ച് ദിവസം കൂടി ജീവിച്ചേനെയായിരുന്നു. പക്ഷെ അവൻ ആളും തരവും അറിയാതെ ജൂതപ്പെണ്ണിനോട് കളിക്കാൻ പോയി. ജൂതന്റെ ഭാര്യയെ കണ്ടപ്പോൾ അവന് കടി കൂടിയപ്പം അവൾ എന്ത് ചെയ്തു? നല്ലതുപോലെ വിഷം കലക്കി അവന്റെ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുത്തു. അല്ലാതെ ജൂതപ്പെണ്ണ് കൊതവും കൊടുത്തോണ്ടിരിക്കുകയല്ലായിരുന്നു പരിപാടി. പറഞ്ഞ മനസ്സിലായോടാ? പിടികിട്ടിയോ? ജൂതപ്പെണ്ണ് ചോദിക്കുന്നവന്മാർക്ക് കൊതം കൊടുത്തോണ്ട് ചിരിച്ചോണ്ട് ഇരിക്കുന്ന പരിപാടി ജൂതപ്പെണ്ണിനില്ല. അവള് നല്ല വൃത്തിയാണം കൊടുക്കുന്ന പരിപാടിയില്ല. അതെ ഇപ്പൊ കിടന്ന് കൊതം പൊട്ടിത്തെറിച്ച് ചത്ത് അവൻ പണ്ടാരം അടങ്ങിപ്പോയതിന്റെ പിന്നിലെ കാരണം ഇതുപോലും അറിയത്തില്ല. ഇതൊന്നും ഉസ്താദുമാർ നിങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാ പോയിരുന്ന് മദ്രസയിൽ ഉസ്താദിനോട് പോയി ചോദ്യര്. മനസ്സിലായോ? പോയി മദ്രസയിലെ ഉസ്താദിനോട് പോയി ചോദ്യര് ഈ കാര്യങ്ങളെല്ലാം. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? വിനീത രാജേഷ്, എന്താടി കൊതം കൊടുപ്പ് പരിപാടിയൊക്കെ കഴിഞ്ഞോ നിനക്ക്? എടി വിനീത രാജേഷേ, ഓ നിനക്ക് വേറൊരു പേരുണ്ടോ? പുണ്ടച്ചി എന്നൊരു പേരും കൂടി ഉണ്ടോ? എടേ വിനീത രാജേഷിന് ഒരു പേരുണ്ടെന്നേ, പുണ്ടച്ചി എന്നൊരു പേരും കൂടി ഉണ്ട്. പിന്നെ അവളുടെ കൂടെ ഇരിക്കുന്നവർക്ക് പൂറി എന്നൊരു പേരുണ്ട്. എന്തൊക്കെ പേരാടി വിനീത രാജേഷ് നിനക്ക് നിന്റെ കൂട്ടുകാരിക്ക് ഇട്ട് വെച്ചിരിക്കുന്നത്? അവളെ അമ്മയാണോ, അനിയത്തിയാണോ, ഭാര്യയാണോ, ഏതവളാ നിന്റെ കൂടെ? അവിടെ ലെസ്ബിയൻ ആണോ? ഓ നിങ്ങൾ രണ്ടുപേരും ആണോ മാറിയും തിരിഞ്ഞും കാര്യം നടത്തുന്നവര്? ഇടി വിനീത രാജേഷേ ആണോ? അവളുടെ ഒരു പുതിയ പേരുണ്ട്, ആ പേരിൽ ഒരു ഹായ് പറഞ്ഞേക്കണമെന്ന്. വിനീത രാജേഷ് എന്ന് പറഞ്ഞ പുണ്ടച്ചിക്ക് ഒരു ഹായ് മതിയോ നിനക്ക്? പോടി 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 പോടി. നീ എന്തിനാടി ഇവിടെ കിടന്ന് മെഴുകുന്ന? കിടന്ന് കൊതം കൊടുക്കാൻ വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. കൊതം കൊടുക്കാൻ വീട്ടിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് മെഴുകുന്ന? എന്റെ ലൈവിൽ കിടന്ന് മെഴുകുന്ന എന്തിനാ? കൂതറേ, എന്റെ ലൈവിൽ കിടന്ന് എന്തിനാ നീ കിടന്ന് മെഴുകുന്നേ? പോ ചെല്ല്. അല്ലാതെ എന്റെ ലൈവിൽ കിടന്നല്ല നീ കരയേണ്ടത്. അടി കൊണ്ടാലും കിടന്ന് ഇവിടെ കിടന്ന് കരയുക, ഇവിടെ കറങ്ങി കിടന്ന് കരയുക. ഓ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ഇറങ്ങി വന്നതാണോ? കാമഭ്രാന്താശുപത്രിയിൽ നിന്നാണോ നീ ഇറങ്ങി വന്നേ? എന്തിന് ഇവിടെ ഉള്ളവരെയൊക്കെ തെറി വിളിക്കാനോ?
എന്റെ പ്രിയ സഹോദരങ്ങളെ, അവൾക്ക് കാമാത്തിപുരയിൽ നിന്ന് ഇറങ്ങി വന്നതാണെന്ന് ഇവിടെ ഉള്ളവരെല്ലാം തെറി വിളിക്കാൻ വേണ്ടിയിട്ടെന്ന്. അതിനിപ്പോ എന്ത് ചെയ്യണം? നീ കാമാത്തിപുരയിൽ വന്നെങ്കിൽ തിരിച്ചങ്ങോട്ട് പോവോ? 72 കൂറിയാകാൻ വേണ്ടി പരിശീലനത്തിന് പോയതാണോ കാമാത്തിപുരയില്? വിനിത രാജേഷ് 72 കൂറിയുടെ പരിശീലനത്തിന് വേണ്ടി കാമാത്തിപുരയിലും സോണാക്കാച്ചിയിലും കറങ്ങി നടന്നിട്ട് വന്നതാ. വന്നു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞത് അവിടെ പിന്നെ കുറച്ച് പരിശീലനം വേണം, എന്തോ തെറിവും കൂടി വിളിച്ചുള്ള നല്ല പരിശീലനം കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, തെറി വിളിച്ചുള്ള കുറച്ച് പരിശീലനം കൂടി കിട്ടിയാൽ മാത്രമേ കാമാത്തിപ്പുരയിൽ അവിടെ സ്വർഗത്തിലെ 72 കൂറിക്ക് എടുക്കാൻ പറ്റത്തോളം എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിട്ടപ്പോൾ എന്റെ പേജ് ആര് പറ്റിയെന്ന് പറഞ്ഞു കണ്ട് ഇങ്ങോട്ട് കയറി വന്നതാണെന്ന്. അതിനിപ്പോ എന്ത് ചെയ്യണം? ഫേക്ക് ഐഡികളെല്ലാം വരിവരിയായിട്ട് കക്കൂസിനകത്തോട്ട് പോയാൽ വളരെ നന്നായിരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? സൗദത്ത് അഷറഫ്, നീ പട്ടിക്കുണ്ടായതല്ല, നീ പന്നിക്കുണ്ടായതാ. സൗദഫ് അഷറഫെ, നീ പട്ടിക്കുണ്ടായതല്ല, നീ തനി പന്നിക്കുണ്ടായതാ. എന്നോട് പട്ടിക്കുണ്ടായതാണെന്ന് നീ ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ കണ്ടാൽ പട്ടിക്കുണ്ടായെന്ന് പറയത്തില്ല, പന്നിക്കുണ്ടായതെന്നേ പറയത്തുള്ളൂ. പന്നിക്കും എന്താ പറയുന്നത്, കഴുതയ്ക്കും കൂടി ചേർന്ന് നിന്റെ അമ്മ കൂടെ കിടന്ന് സങ്കരവർഗത്തിൽ നിന്നെ ഉണ്ടാക്കിയതാ സൗദത്ത് അഷറഫെ. മനസ്സിലായോ? സൗദത്ത് അഷറഫിന്റെ കുടുംബക്കാരുടെ അവസ്ഥ എന്താണെന്ന് അത് നിന്റെ അമ്മ പറന്നു കിടന്ന് വെടിവെക്കുന്നത് കൊണ്ട് എന്തായാലും കുടുംബക്കാർക്ക് നാണവും മാനവും പോയി കിടക്കുക. ഇപ്പൊ നീ ഇവിടെ വന്ന് അടിമേടിക്കുമ്പോഴത്തേക്കും ഉള്ള മാനസികാവസ്ഥ ആലോചിച്ച് നോക്കിയേ. ചുമ്മാ കിടന്ന നീ ഈ ജെറുസലേമിലെ ജൂത സ്ത്രീ ആയിരിക്കുന്ന എന്റെ അടുത്ത് വന്ന് അടിമേടിക്കാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് കിടക്കുന്നതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നിന്റെയൊക്കെ കുടുംബം ശരിയല്ലാത്തത് കൊണ്ടല്ലേടാ വെറുതെ വന്ന് അടിമേടിക്കുന്നത്. വിവരം കെട്ടവനെ, നല്ല കുടുംബത്തിൽ പിറന്നവന്മാരാണെങ്കിൽ ഇങ്ങനെ വന്ന് അടിമേടിക്കുവോ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാടാ, വിവരം കെട്ടവനെ, നീ നല്ല കുടുംബത്തിൽ ജനിച്ചവനായിരുന്നെങ്കിൽ ചുമ്മാ വലിഞ്ഞു കയറി ഇവിടെ വന്ന് എന്റെ അടുത്ത് അടിമേടിക്കുവോ? അപ്പൊ നീയൊക്കെ വലിഞ്ഞു കയറി അടിമേടിക്കുന്നതിന്റെ പിന്നെ കാരണം എന്തുകൊണ്ടാ? നീയൊക്കെ നേരാവണ്ണം നല്ല കുടുംബത്തിൽ ജനിക്കാത്തതിന്റെ കുഴപ്പം. അമ്മ പറവടിയല്ലേ ഓടി നടന്ന് വെടിവെച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് എങ്ങനെയാ നല്ല കുടുംബമൊക്കെ കിട്ടുന്നത്? മനസ്സിലായോ? ഓഹോ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? എന്റെ മക്കളെ, അജ്മലെ, ഈ ഞാൻ പെണ്ണായിട്ട് ലൈവിൽ നിന്നിട്ട് സംസാരിക്കുമ്പം നിങ്ങള് ഈ ഫേക്ക് പ്രൊഫൈലുകൾ ഇട്ടിട്ട് ഇങ്ങനെ കയറി വരരുത്. മനസ്സിലായി? വന്നാ ഞാൻ അത് ബ്ലോക്ക് ചെയ്യും. നിന്റെയൊക്കെ ഫേക്ക് പ്രൊഫൈലുകളെല്ലാം എന്ത് ചെയ്യും? എടുത്ത് ഞാൻ ബ്ലോക്ക് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ വീണ്ടും അടുത്തൊരു പ്രൊഫൈൽ ഉണ്ടാക്കേണ്ട ഗതികേട് വരും. വെറുതെ വന്ന് എന്ത് ചെയ്യരുത്, എന്റെ മുമ്പിൽ വന്നിരുന്ന് ഫേക്ക് പ്രൊഫൈലിൽ വന്ന് കരയരുത്. ഞാൻ മനസ്സിലായോ? ഞാൻ ഫേക്ക് പ്രൊഫൈലുകൾ എന്റെ ഫോണിൽ വെച്ച് ഞാൻ ഇവിടെ ഇരിക്കുവല്ലേ, നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ടൊന്ന് സംസാരിക്കുവല്ലേ. എടാ, നല്ല തന്റെ ഇടമുള്ള ആണുങ്ങൾ ഇറങ്ങി വാടാ. നല്ല തന്റെ ഇടമുള്ള സ്വന്തം പ്രൊഫൈൽ ഇട്ട് എന്റെ അടുത്ത് സംസാരിക്കാനുള്ള ചങ്കൂറ്റുള്ളവന്മാര് വാ. അത്രേ എനിക്ക് പറയാനുള്ളൂ. മനസ്സിലായോ? അല്ലാതെ ഫേക്ക് പ്രൊഫൈലും ഇട്ടിട്ട് എന്റെ അടുത്ത് വന്ന് കൊണക്കരുത്. അത്രയ്ക്കും നീയൊക്കെ ഉള്ളൂ. ഫേക്ക് പ്രൊഫൈലിനകത്ത് കറങ്ങി വന്ന് തെറി വിളിക്കാൻ തക്കവണ്ണമുള്ള സിനൻ കുരിയാടൻ അടുത്ത അടി മേടിക്കുന്നതിന് മുമ്പ് വേഗം നീ നാട് വിട്ടു പോകുന്ന ഞാൻ നിനക്ക് നല്ലത്. മനസ്സിലായോ? പോ, സ്ഥലം കാലിയാക്ക്, വേഗം വഴിവിട്. മനസ്സിലായോ? അപ്പം എന്റെ പ്രിയ സഹോദരങ്ങളെ, ടെലവീവ് കണ്ടല്ലോ. ഞാൻ ടെലവിയിൽ ഇരിക്കുക. നരേന്ദ്രൻ മഹാദേവൻ, ഈ പന്നികളുടെ രോദനം സൂപ്പറന്ന്. പന്നികൾക്ക് പിടിക്കുന്നില്ല. പന്നികൾക്ക് എങ്ങനെ പിടിക്കാനാ? ഞാൻ ടെലവിയിൽ വന്നിരിക്കുവല്ലേ. ടെലവിയിൽ കത്തുന്നു, ടെലവീവ് കിടുകിടാ വിറയ്ക്കുന്നു, ഇവിടെ ഏതോ ഭീകരാക്രമണം, ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ടെലവീവ് ഇന്ന് കത്തുന്നു എന്നൊക്കെ അല്ലേ പറഞ്ഞു പഠിപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദരികളെ, എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, തുലുക്കൻ എന്ന് പറയുന്നവൻ, ഈ കോതമന്റെ മതത്തിൽപ്പെട്ടവൻ, അവന്റെ ആയുധം എന്ന് പറയുന്നത് തെറിയാണ്. അവന്റെ ആയുധം എന്ന് പറയുന്നത് തീട്ടമാണ്. അവൻ നിന്റെ ദേഹത്ത് തീട്ടമറിയാൻ ഉദ്ദേശിച്ചിട്ട് തീട്ടവുമായിട്ടാ വരുന്നെങ്കിൽ അവന്റെ തീട്ടം വാങ്ങിച്ചിട്ട് അവന്റെ പരിഹാസത്തിന് നിന്നു കൊടുക്കുന്നവനായി, അവന്റെ കയ്യിൽ നിന്ന് തീട്ടവും വാങ്ങിച്ചിട്ട് പോയി മാറിയിരുന്ന് കരയുന്നവനായി മാറരുത്. നീയൊക്കെ ശിഖണ്ഡിയായി വളർന്നിട്ടുണ്ടെങ്കിൽ സടകുടഞ്ഞ് എണ്ണീക്കാനാ ഞാൻ പറയുന്നത്. മനസ്സിലായോ? സടകുടഞ്ഞ് എണ്ണീക്കോ. നീയൊക്കെ ശിഖണ്ഡിയായിട്ടാ ജനിച്ചിരിക്കുന്നതെങ്കിൽ സടകുടഞ്ഞ് എണ്ണീറ്റോ. അവൻ തീട്ടം വാരി നിന്നെ എറിയാൻ വിധി ഉണ്ടെങ്കിൽ ആ തീട്ടം എടുത്തോണ്ട് പോയിട്ട് അവനെ തീട്ടത്തിന് മുക്കി നീ എന്ത് ചെയ്യണം? അവന്റെ അണ്ണാക്കിനകത്തോട്ട് തീട്ടം കയറ്റണം. പിന്നെ അവൻ തീട്ടം വരരുത്.
ആ രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? അവനെ തിരിച്ചു പ്രതിരോധിച്ച് പഠിച്ചേക്കണം. ഇനിയുള്ള കാലം നിങ്ങൾ അങ്ങനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങൾ പ്രതിരോധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളുടെയും നിങ്ങളുടെയും നിലനിൽപ്പ് നല്ലതിനല്ല. പുരുഷന്മാരെ ആണത്വം പ്രാപിച്ച് പുറത്തേക്ക് വാ നീക്കാൻ. അവന്റെ വിജയം അവന്റെ സോഷ്യൽ മീഡിയ അവൻ ഉപയോഗിച്ചുകൊണ്ട് അവന് പറ്റാവുന്ന മാക്സിമം ഏത് തെറി വരെ അവൻ വിളിക്കും. ഞാൻ പറയുക, വെല്ലുവിളിക്കുക, നിന്നെ കൊണ്ടൊക്കെ പറ്റുന്ന സ്വന്തം പ്രൊഫൈലിൽ വന്ന് നിന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം അളവിൽ വിളിക്കുന്നു എന്നെ. മനസ്സിലായോ? പക്ഷെ ഏതറ്റം വരെ പോയാലും നീ എറിയുന്ന തീട്ടത്തെ നിന്റെ അണ്ണാക്കിനകത്തോട്ട് ഞാൻ തിരികെ തന്നിട്ടേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകത്തുള്ളൂ. അല്ല, നീ എറിയുന്ന തീട്ടം വാങ്ങിച്ചോണ്ട് ഇവിടുന്ന് മാറി ഇരുന്ന് കളയുന്ന മോങ്ങിക്കൊണ്ടിരിക്കുന്ന റീനെ നീ കാണത്തില്ല. അതും കൂടി പറഞ്ഞേക്കുവാ. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടുമൊക്കെ ജീവിക്കാൻ ഇനിയെങ്കിലും എല്ലാവരും പഠിച്ചു വെച്ചോ. വിനീത രാജേഷിന്റെ അപ്പനും അമ്മയും പറയോളിയോ? അതെന്തിനായിട്ട് നിന്റെ അപ്പനും അമ്മയും പറയാവോ? അതുകൊണ്ടാണോ നീ പറവെടിയായിട്ട് മാറിയത്? വിനീത രാജേഷിന്റെ അപ്പനും അമ്മയും പറയോളി ആയതുകൊണ്ടാണ് അവള് പറവെടിയായി മാറിയതെന്ന്. അടി കൊള്ളാൻ വേണ്ടി വന്ന് കിടക്കുന്ന സാധനം കണ്ടോ? അത് സത്യവാ. അപ്പനും അമ്മയും പറയോളി ആയതുകൊണ്ടാണല്ലോ അടി വലിഞ്ഞേറി അടി കിടിക്കുന്നത്. ഇറങ്ങി പോടി വിവരം കെട്ടവളെ. ഇത്ര അടി കൊണ്ടിട്ടും നിനക്ക് താങ്ങുന്നില്ലേ? നിന്റെ കുണ്ടിക്ക് അത്രയ്ക്കും കപ്പാസിറ്റി ആണോ വിനീത രാജേഷേ? ഞാൻ അറിയാണ്ട് ചോദിക്കുക. ഇവിടെ കുണ്ടിക്ക് അത്രയും കപ്പാസിറ്റി കൂടുതലാണെന്നാണല്ലോ തോന്നുന്നത്. അടി കൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രം. അത് ഹിസ്ബുള്ളയ്ക്ക് കൊടുത്ത പേജർ അറ്റാക്ക് പോലെ തന്നെ ഇവന്മാർക്ക് കൊടുക്കണം. ഇവന്മാർ കുണ്ടിക്കകത്ത് കയറ്റി കൊടുക്കണം എല്ലാ പേജറിന്റെ അറ്റാക്ക്. പൊട്ടിത്തെറിച്ച് ചാകണം. പറഞ്ഞ മനസ്സിലായോ? സകല പെണ്ണുമാണും സോഷ്യൽ മീഡിയ പേജുകളാണെന്ന് പറഞ്ഞ് നിങ്ങളെ കുറേമാർ വഴിതെറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടി പറഞ്ഞേക്കോ. തുലുക്കലില്ലാത്തത് എന്താ നിങ്ങൾക്ക്? എടാ, ഈ കണ്ട കാട്ടറബികൾക്കില്ലാത്ത അവന്മാർക്ക് പേടിയില്ല. അവന്മാർക്ക് പച്ചയ്ക്ക് തെറി വിളിക്കാൻ അവനും പേടിയില്ല. നിങ്ങൾ മാത്രം സംസ്കാരം നോക്കി. നിങ്ങളെ തെറി വിളിച്ചാലും കേട്ടോണ്ടിരിക്കുന്ന സംസ്കാരം. ഭയങ്കര സംസ്കാരമാണല്ലോ ഇവരം കെട്ടവന്മാരെ. എന്നാടാ നന്നാകുന്നേ? എടാ, അവന്റെ ആയുധം എന്താണെന്ന് ആദ്യം മനസ്സിലാക്ക്. അവൻ നിന്നെ തോൽപ്പിക്കാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധത്തെ നീ തിരിച്ചറിയും. അവൻ നിന്നെ തോപ്പിക്കാൻ, അവൻ നിന്നെ നാണം കെടുത്താൻ, അവൻ നിന്നെ തല താഴ്ത്തിയിടാൻ, അവൻ നിന്റെ മേൽ ചവിട്ടിക്കയറാൻ അവൻ ഉപയോഗിക്കുന്ന ആയുധം എന്താണെന്ന് നീ തിരിച്ചറിയും. അവൻ ഉപയോഗിക്കുന്ന ആയുധം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ അവൻ കയ്യിലെടുത്ത് വെച്ചിട്ട് അതിനകത്തുകൂടി അവൻ അവനെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് വിളിക്കും. അതവന്റെ ആയുധമാ. അവനില്ലാത്ത മാനക്കേടുമാണോ നിനക്ക്? എന്റെ അവന്മാർക്ക് സ്റ്റാൻഡേർഡ് ഇല്ലേ? അവന്മാരിങ്ങനെ കൂത്തിച്ചുകളുടെ മാരായിട്ട് പിറന്നത് കൊണ്ടോ? മനസ്സിലായോ? അപ്പം നിങ്ങളും അവൻ എറിയുന്ന ആയുധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട്, കാരണം ഇസ്രായേൽ അങ്ങനെയാ ചെയ്യുന്നത്. ഇസ്രായേൽ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ ആയുധം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് മനസ്സിലാക്കി അവന്റെ അണ്ടഘടകങ്ങളെ വരെ ഇസ്രായേൽ പൊട്ടിക്കും. അതുകൊണ്ട് ആ രാജ്യം നിലനിൽക്കുന്നത്. നിങ്ങൾക്ക് ജീവിക്കണോ ഈ സമൂഹത്തില്? ഇല്ലെങ്കിൽ നിങ്ങൾ ഇവന്റെയൊക്കെ അടിമയായിട്ട് മാറും. പ്രിയ സഹോദരങ്ങളെ. മനസ്സിലായോ? ഇവന്റെയൊക്കെ അടിമയായിട്ട് മാറുന്നത് നിർത്തും. നിങ്ങൾ ഉറച്ചവരായിട്ട് മാറ്, ബലമുള്ളവരായിട്ട് മാറ്, ധൈര്യമുള്ളവരായിട്ട് നിങ്ങൾ മാറ്. ഇവന്റെയൊക്കെ മുമ്പിൽ അടിമയായി മാറാതെ, ഇവന്റെയൊക്കെ വായിൽ വരുന്ന വാക്കുകളുടെ മുമ്പിൽ ചൂളിപ്പോകാതെ തിരിച്ച് നട്ടല് തിരിഞ്ഞു നിന്നിട്ട് അവന്റെ അണ്ണാക്കിനകത്തോട്ട് നീ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി. അവൻ പിന്നെ കരഞ്ഞുകൊണ്ട് ഓടും. അതിന് വേണം നിങ്ങൾ വളരാനായിട്ട്. മനസ്സിലായോ? അവന്റെ അണ്ണാക്കിനകത്തോട്ട് ഒന്ന് കൊടുത്താ മതി. അതോടുകൂടി എന്ത് ചെയ്യും? കരഞ്ഞോണ്ട് എന്ത് ചെയ്യും? ഓടിക്കോളും. പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് മിഥൽ രാജ് മിഥു നിന്റെ അമ്മയുടെ കുണ്ടിയുടെ അളവ് നോക്കിയിട്ട് വേണം ഇറാനിലെ മിസൈലിന്റെ വലിപ്പത്തിന് അനുസരിച്ച് അങ്ങോട്ട് പറഞ്ഞു വിടാനായിട്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, നിന്റെ അമ്മേനെ കുനിച്ച് നിർത്തിയിട്ട് അവിടെ കുണ്ടിയുടെ സൈസ് എടുത്ത് എഴുതി ഇട്ടേരെ. അതിന് പറ്റിയ മിസൈൽ ഇവിടെ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് പറയാം. അത് അങ്ങോട്ട് കൊടുത്തു വിടാൻ പറയാം. കാരണം മനസ്സിലായോ? ചെല്ലുമോന് അത് പോയി എടുത്ത് കൃത്യമായിട്ട് അളവിടണേ.
അതെ, അവൻ മറ്റുള്ളവരെ തെറി വിളിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും, ക്രിസ്ത്യാനി തിരിച്ചു വിളിച്ചാൽ അവന്റെ വിശുദ്ധി പോകും. ആഹാഹാ, എന്ത് പല പഠിപ്പിക്കലെന്ന് പറയാവോ? ക്രിസ്ത്യാനി തിരിച്ചു വിളിച്ചാൽ അവന്റെ വിശുദ്ധി പോകും, അവൻ നരകത്തിൽ പോകും. പിന്നെ അവന്മാര് വിളിച്ചു കഴിഞ്ഞാൽ വിനിത രാജേഷ് എന്ന് പറയുന്ന പറവടിക്ക് ആളുകളെ കിട്ടാത്തതിന്റെ സൗക്കേട് കൂടിക്കിടക്കുക. അതുകൊണ്ട് വിനിത രാജേഷെ നീ ചെല്ല്, തൽക്കാലം വിനിത രാജേഷ് പോ, പറവടി ഒന്ന് ചെല്ല്. പറഞ്ഞ മനസ്സിലായോ? വെടിപ്പരയിൽ പോയിട്ട് നിന്ന് അവിടെ നിന്ന് എന്ത് ചെയ്യും? പൊട്ടിക്ക്, ചെല്ല്. മുനീർ ടിക്ടോക്ക്. ആയിഷ ആണാണോ പെണ്ണാണോ എന്ന് എനിക്ക് അറിയത്തില്ല, അത് ആയിഷയോട് ചോദിക്കേണ്ടത്. ആയിഷ ആണായിരുന്നോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ട്. കൊതമത് പറയുന്നത് ആയിഷ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയായിരുന്നു എന്നാ പറയുന്നത്. മുനീർ ടിക്ടോക്കെ, ആയിഷ കൊതമത് പറയുന്നത് ആണും പെണ്ണും കെട്ട ശിഖണ്ഡി എന്നാ. ആയിഷയെ കൊണ്ടൊരു പ്രയോജനമില്ല, 6 വയസ്സിൽ കൊണ്ടുപോയിട്ടും ഒരു പ്രയോജനം ഇല്ലായിരുന്നെന്നാ എന്താ പറയുന്നത് കൊതമത് പറയുന്നത്. ഇനിയിപ്പം അത് സത്യമാണോ എന്ന് പറഞ്ഞ് ഈ ഹദീസിൽ പോയി തപ്പി നോക്ക്. ആയിഷ ആണാണോ പെണ്ണാണോ അതോ ആണും പെണ്ണും കെട്ട ശിഖണ്ഡിയാണോ എന്നുള്ളത് അതിനകത്ത് പോയി തപ്പി നോക്ക്. ചെല്ല്. അപ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, ടെല്ലവീവ് കണ്ടല്ലോ. ഞാൻ ടെല്ലവീവിലായിരിക്കുന്നത്. ടെല്ലവീവില് ഞാൻ നല്ല എന്താ പറയുന്നത്, ടെല്ലവീവിന്റെ മഹാനഗരത്തിൽ വളരെ എന്താ പറയുക സമാധാനത്തോടെ ഇവിടെയുള്ള കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഞാൻ വളരെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇവിടെ ഒരു പ്രശ്നവും ഇല്ലാതെ തന്നെ ഞാനിവിടെ ഇരിപ്പുണ്ട്. മനസ്സിലായോ? മാമാ മാധ്യമങ്ങൾ പറയുന്ന മാമാ കഥകളും കേട്ടോണ്ട് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണ്ട, തെറ്റിദ്ധരിക്കപ്പെടണ്ട. അജയകുമാർ മേനോൻ, ഞാൻ കരയുന്നതെന്ന് വെച്ചാൽ അതെന്റെ ഇമ്മ മരിച്ചപ്പം ഞാൻ കരഞ്ഞ വീഡിയോ. എന്റെ ഇമ്മ മരിച്ച എനിക്ക് കരയണ്ടേ പ്രിയ സഹോദരങ്ങളെ? എന്റെ ഇമ്മ മരിച്ചപ്പോൾ ഞാൻ കരഞ്ഞ എന്റെ വീഡിയോ എടുത്തിട്ട് അത് ഞാൻ കരയുന്നു എന്ന് പ്രചരിപ്പിക്കാൻ മാമാ മാധ്യമങ്ങൾ ഇതല്ല, ഇതിനപ്പുറവും തുലിക്കന്മാരെന്താ പ്രചരിപ്പിക്കാത്ത? സുടുക്കുഞ്ഞുങ്ങൾക്ക് വ്യാജ പ്രചരണം മാത്രമല്ലേ ഉള്ളൂ. പ്രചരിപ്പിക്കട്ടെ, പ്രചരിപ്പിക്കട്ടെ. വ്യാജമായിട്ട് അവര് എന്ത് വേണമെങ്കിലും പ്രചരിപ്പിക്കട്ടെ. ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയമേ അല്ല. ഞാൻ എന്റെ ലൈവിൽ സ്ഥിരമായി വരുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, ഞാൻ പറയേണ്ടത് പറയുന്നുണ്ട്. മനസ്സിലായോ? ഇവന്മാരെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിച്ചിരിക്കണം. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി വിശുദ്ധിയുടെ പേരും പറഞ്ഞ് നിങ്ങളെ തന്നെ കൊലയ്ക്ക് കൊടുക്കരുത് ഇവന്മാരുടെ മുമ്പില്. ഇവന്മാരുടെ ആയുധം തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാമെന്നുള്ള കാര്യം ഞാൻ പറയുകയാണ്. ഇന്ന് നിങ്ങൾ ആരും എനിക്ക് സർട്ടിഫിക്കറ്റ് തരണ്ട. ഞാൻ എങ്ങനത്തെവളാണ്, ഞാൻ ഇങ്ങനെ മറുപടി കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒന്നും തോന്നണ്ട ഇവനൊക്കെ ഇത് അർഹിക്കുന്ന മറുപടിയാ, ഇങ്ങനെയേ കൊടുക്കാവൂ. അങ്ങനെ കൊടുത്തു വേണം വളരാനായിട്ട്. അല്ലാതെ സ്ത്രീയുടെ മാനത്തിന് വില ചോദിക്കുമ്പോൾ സ്ത്രീയുടെ മാനത്തിന്റെ വില പേശുന്നവന്റെ മുമ്പിൽ ചൂളി തല താഴ്ത്തി പോകുന്നവളായിരിക്കരുത് സ്ത്രീ. ഒരു പ്രാവശ്യം വാ തുറന്നാൽ പിന്നീട് അവൻ വായി തുറക്കരുത്. ആ തരത്തിൽ സ്ത്രീകൾ എന്ത് ചെയ്യണം? അവരോട് പ്രതികരിക്കാൻ പഠിക്കണം. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ തുലുക്കന്മാര് ഇപ്പം ഇനിയിപ്പം ഇംഗ്ലണ്ട് തുലുക്കന്റെ രാജ്യമാ. ഇത്രയും കാലം മിഡിൽ ഈസ്റ്റും GCC കൺട്രികളും മാത്രമായിരുന്നു തുലുക്കന്റെ രാജ്യം. ഏഷ്യയിൽ മാത്രമായിരുന്നു വ്യാപിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ കൈയടക്കിക്കൊണ്ടിരിക്കുക. ഓസ്ട്രേലിയ അവന്മാരുടെ കയ്യിലടക്കിക്കൊണ്ടിരിക്കുക. ഇംഗ്ലണ്ട് അവന്റെ കയ്യിലടക്കിക്കൊണ്ടിരിക്കുക. ഫ്രാൻസ് അവന്മാരുടെ കയ്യിലടക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഓരോ രാജ്യങ്ങളും കയ്യിലടക്കിക്കൊണ്ടിരിക്കുക. എങ്ങനെയാ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ? അവന് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കാൻ അറിയാം, അവന് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കാൻ അറിയാം, അവന് സോഷ്യൽ മീഡിയയിൽ കൈയടക്കാൻ അറിയാം, അവന് സോഷ്യൽ മീഡിയയിൽ വ്യാജം പ്രചരിപ്പിക്കാൻ അറിയാം. അങ്ങനെ അവനെ നിങ്ങൾ വളരാൻ നിങ്ങളായിട്ട് വിട്ടുകൊടുക്കുക. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇനി മുതല്
ഇനിയെങ്കിലും പുളിക്കാട്ടിൽ ചാർലി സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് മുനീർ ടിക്ടോക്ക്, അത് ആമിനത്താത്തയ്ക്ക് അണ്ടിയായിരുന്നടാ. അണ്ടി കൊണ്ട് കൊതം വഴിക്ക് തൂറിയിട്ടത് കൊണ്ട് അവന് കൊതമതെന്ന് പേര് വന്നത്. മുനീർ ടിക്ടോക്കെ ആമിനത്താത്തയ്ക്കുള്ളത് അണ്ടിയായിരുന്നോ എന്ന് എന്നോട് ചോദിക്കുക. ഹദീസിലുള്ള കാര്യങ്ങളല്ലേ എന്നോട് ചോദിക്കാൻ പാടുള്ളൂ. ഹദീസിലില്ലാത്ത അറിവുകളുണ്ടെങ്കിൽ പറയാവുന്നതായിരിക്കും. ശരിയാ, ആമിനത്താത്തയ്ക്ക് എന്തുവാ അണ്ടിയായിരുന്നു കേട്ടോ. മുനീർ ടിക്ടോക്കെ ആമിനത്താത്തയ്ക്ക് അണ്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ആമിനത്താത്ത കൊതം വഴിക്ക് പ്രസവിച്ചിട്ടത് കൊണ്ടാണ് അവന് കൊതമത് എന്ന് പേര് വന്നത്. ഇപ്പൊ മനസ്സിലായല്ലോ. ഇനി എന്തെങ്കിലും അറിവുകളുണ്ടോ? മുനീർ ടിക്ടോക്കെ ഇനി എന്തെങ്കിലും അറിവുകളുണ്ടോ? ഉണ്ടോ? ഇനി എന്തെങ്കിലും അറിവുകളുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഇനിയും നിന്റെ തൂറാന്റെ കഥയിലുള്ള അറിവുകളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മനസ്സിലായോ? നജീം ഡോണ്ടുടാ സ്വന്തം പ്രൊഫൈലിൽ വരൂ. ഇനി തൂറാന്റെ അറിവുകൾ വല്ലതും ഇനി അറിയണോ? മുനീർ ടിക്ടോക്കെ ഇനി തൂറാന്റെ അറിവുകൾ വല്ലതും വേണോ? തൂറാന്റെ അറിവുകൾ വേണ്ടവരൊക്കെ എന്നോട് ചോദിക്കും. ഡോണ്ട് വറി, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇടത്തും പോയിട്ടില്ല. ഞാൻ ലൈവായിരുന്നു കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൂറാന്റെ അറിവുകൾ വേണ്ടവരെല്ലാം എന്നോട് ചോദിക്കുക. കൊതമതിനെ എങ്ങനെയാണ് പ്രസവിച്ചിട്ടെന്ന് വെച്ചാൽ ആമിനത്താത്തയ്ക്ക് ഉണ്ടായിരുന്നത് ഷരീഫ് ബിൻ സയ്യിദ് തള്ള കലിപ്പിലാണ്. അതേടാ, കൊതമതിന്റെ തള്ള കലിപ്പിലായിരുന്നു ആമിനത്താത്ത. അങ്ങനെ കലിപ്പിലായിരുന്നു ഓടി നടന്ന് എന്ത് ചെയ്തത് ആമിനത്താത്ത ഡിഷു 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 എന്ന് പറഞ്ഞ് എന്ത് ചെയ്തത് വെടിവെച്ചത്. അങ്ങനെ ആമിനത്താത്ത വെടിവെച്ചപ്പോഴാണ് എന്തുവാ കുന്നിൻ ചെരുവിലെ തനിയെ കിളിർത്ത ഒരു ഈന്തപ്പന ഉണ്ടായി വന്നത്. മനസ്സിലായോ? തള്ള കലിപ്പിലായിരുന്നു, ആമിനത്താത്ത കലിപ്പിലായിരുന്നു വെച്ചാൽ മുട്ടൻ കലിപ്പിലായിരുന്നു. ആമിനത്താത്തയുടെ അണ്ടി മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആമിനത്താത്തയ്ക്ക് കൊതം കൊടുക്കാൻ വേണ്ടിയിട്ട് ആളെ കിട്ടിയില്ല. അങ്ങനെ ഓടി നടന്ന് വെടിവെച്ച് എങ്ങനെയോ കൊതത്തിലൂടി ഒരെണ്ണത്തിനെ പ്രസവിച്ചിട്ടു. സുജിത്ത് കൈമൽ പ്രതികരിക്കുന്നത് കൊണ്ടാണ് വീണ്ടും കമന്റ് ഇടുന്നത്. അത് വിട്ട് കാര്യം പറഞ്ഞാൽ ആരും കമന്റ് ഇടില്ല. ആണോ? അയ്യോ കഷ്ടം. പോടാ വിവരം കെട്ടവനെ. ഞാൻ അത് പറയാതെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 എണ്ണം ഇവിടെ ഇങ്ങ് വന്ന് കമന്റിനകത്ത് വന്ന് തള്ളി മറിക്കും ഇവന്മാര്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? എന്റെ കമന്റ് ബോക്സ് ഞാൻ ഇവന്മാര് പറയുമ്പം ഞാൻ മിണ്ടാതെ പോയിരുന്നെങ്കിലുണ്ടല്ലോ ഇതിനകത്ത് മുഴുവനും നിറഞ്ഞു. എന്റെ കർത്താവ്, എടാ പോയിനടാ വിവരം കെട്ടവന്മാരെ. നിന്നോടൊക്കെ ആണും പെണ്ണും കെട്ട ശിഖണ്ഡികളെ, നീയൊക്കെ എന്തിനാടാ വന്ന് എന്റെ പേജിൽ വന്ന് കിടക്കുന്നേ? ഞാൻ അറിയാണ്ട് ചോദിക്കുവാ, നീയൊക്കെ എന്തിനാ എന്റെ പേജിൽ വന്ന് കിടക്കുന്നേ? ഒന്നുമില്ലെങ്കിൽ എന്റെ പേജ് ഒരു യുദ്ധക്കളമാണെങ്കിലും മനസ്സിലാക്കിയിട്ട് യുദ്ധം അഭ്യസിക്കാനെങ്കിലും പടിയിലടാ. രണ്ട് തെറി അവന്മാരെ വിളിച്ചെങ്കിലും അഭ്യാസം നേടും. നീ പോയി നാളെ നിന്റെ ഭാര്യയും മക്കളെയൊക്കെ സംരക്ഷിക്കണോ? നിന്റെ ഭാര്യയുടെ കൊതം വന്ന് ചോദിക്കാൻ വരുമ്പോഴത്തേക്കും അവനോട് തിരിഞ്ഞു നിന്ന് നിനക്ക് സംസാരിക്കാനുള്ള തന്റെ ഇടം വേണോ? എന്റെ പേജ് അങ്ങനെയെങ്കിലും ഉപയോഗിക്കുക. 2 കൊടുക്ക് അവനൊക്കെ. ഇങ്ങനെ കൊടുത്ത് പ്രാക്ടീസ് നേട്. നിങ്ങൾക്കൊരു യുദ്ധക്കളം ഞാൻ ഉണ്ടാക്കിയിട്ടിരിക്കുന്നതെന്ന് മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്കിപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു യുദ്ധക്കളമായി റീനയുടെ ഫേസ്ബുക്ക് പേജ് ഇപ്പം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ എന്റെ ഫേസ്ബുക്ക് പേജും ഒരു യുദ്ധക്കളമായിട്ട് അങ്ങനെ കിടക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള, നിങ്ങൾക്ക് ഇവന്മാരെ നേരിടാനുള്ള തന്റെ ഇടം കിട്ടുന്ന തക്കവണ്ണമുള്ള ഒരു അഭ്യാസനമുള്ള ഒരു സ്ഥലമായിട്ട് നിങ്ങൾ അതിനെ കണ്ടാൽ മതി. പറഞ്ഞ മനസ്സിലായോ? തിരിച്ച് 2 കൊടുത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യൂമാരെ. കൊടുക്ക്. നാളെ ഒരു കാലത്ത് നിന്റെ മോളുടെ കൊതം തിരക്കി വന്നാൽ നിനക്ക് പറയാൻ തന്റെ ഇടം വരണം. എവിടുന്ന് കിട്ടും നിനക്ക്? നീ ഇന്നേ പ്രതികരിക്കാത്തവനായിരുന്നു കഴിഞ്ഞാൽ നാളെ എങ്ങനെടാ നിന്റെ മുട്ടുകാല് വിറയ്ക്കത്തില്ലടാ. ഇവന്മാർ രണ്ടും കൽപ്പിച്ചിറങ്ങുന്നവന്മാരാ. ഇവന്മാർക്ക് ഇവന്റെ തള്ളാകുവിന്റെ പൊത്തകത്തിനകത്ത് ഇത് ചെയ്താൽ പാവം നിനക്ക് നരകം കിട്ടുമെന്നൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഇവന്മാരുടെ സ്വർഗം കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? കൊല ചെയ്യുക, വ്യഭിചാരം ചെയ്യുക, എന്തുവാ അന്യന്റെ ഭാര്യയെ കൊന്നിട്ട് അവളുടെ പെൺകൊച്ചിനെ ബലാത്സംഗം ചെയ്യുക, എല്ലാ അനാശാസ പ്രവർത്തനങ്ങൾ ചെയ്താൽ ഇവന് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു വെക്കുമ്പോൾ ഇവൻ നല്ലവനായിട്ട് ജീവിക്കുവോ? ഇവൻ വെറും ചെറ്റയായിട്ടല്ലേ ജീവിക്കത്തുള്ളൂ. ഈ വെറും ചെറ്റകളുടെ ഇടയിൽ നിങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കും?
എങ്ങനെ ഈ വെറും ചെറ്റകളുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കും പ്രിയ സഹോദരങ്ങളെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങൾക്കിതൊരു യുദ്ധക്കളമാണ്. നാളെ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കണമെങ്കിലും, നാളെ നിങ്ങളുടെ ഭാര്യയെ സംരക്ഷിക്കണമെങ്കിലും, നാളെ നിങ്ങൾക്ക് സംരക്ഷിക്കണമെങ്കിലും നിങ്ങൾ തിരിച്ചു പറയാൻ അഭ്യാസം നേടിയവരായിരിക്കണം. പ്രതികരണശേഷിയുള്ളവരായി നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അതിന് ചെറിയൊരു സമയവും ദൈവം തന്നിരിക്കുന്ന സമയത്തെ ഈ സമയത്ത് ഉപയോഗപ്പെടുത്ത്. നിങ്ങൾ ഈ സമയത്ത് അത് ഉപയോഗപ്പെടുത്ത്. ഷരീഫ് ബിൻ സയ്യിദ്, എടാ സൈനബ, സയ്യിദിന്റെ ഭാര്യ, തൂറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ഇരിക്കുമ്പോൾ നീ എന്റെ ലൈവിൽ വന്ന് തൂറാന്റെ മക്കളുടെ കാര്യം പറയുമ്പോ പിന്നെ ഏപ്പടം പോലെ ആകത്തില്ലടാ വിവരം കെട്ടവനെ. ഷരീഫ് ബിൻ സയ്യിദേ, തൂറാൻ എന്ന് പറയുന്ന ഏപ്പടത്തിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലൈവ് പിന്നെ ഏപ്പടം പോലെ ആകത്തില്ലേ? നിന്റെ കൊതമതിന്റെ കൊതഭോഗത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന? 6 വയസ്സുകാരിയെ കാണുമ്പോ കാമം മൂക്കുന്നവൻ, സ്വന്തം വളർത്തുമകന്റെ ഭാര്യയുടെ വസ്ത്രം അഴിഞ്ഞു മാറിയാൽ അപ്പ കാമം മൂക്കുന്നവൻ, പിന്നെ വേലക്കാരി മരിയ കോപ്പിറ്റിനെ കണ്ടു കഴിഞ്ഞാൽ കാമം മൂക്കുന്നവൻ, പിന്നെ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാമം മൂക്കുന്നവൻ, അന്യന്റെ ഭാര്യയെ കണ്ടാൽ കാമം മൂക്കുന്നവൻ. ഇങ്ങനെ കമ്പിപ്രാന്തനായി കാമം മൂത്ത് കിടക്കുന്ന ഒരു കൊതമതിന്റെ കഥ പറയുമ്പോ പിന്നെ ഇത് ഏപ്പടമല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും പടത്തിന്റെ സർട്ടിഫിക്കറ്റ് തരണോടാ കഴിവേറി മോനെ? സ്വയം ട്രോളിച്ചാകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന മാനവരിൽ മഹാനായ കൊതമതിന്റെ ശിഷ്യൻ ഷരീഫ് ബിൻ സയ്യിദ്. തൂറാന്റെ പുസ്തകത്തിന്റെ കഥയും പിന്നെ കൊതമതിന്റെ കഥയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കൊതമതിന്റെ കഥ പോയിട്ട് നിനക്ക് നല്ല വിശുദ്ധ കുഞ്ഞാടിന്റെ ഒരു സിനിമ എടുക്കാൻ പറ്റുമോ? കൊതമതിന്റെ ചരിത്രം എടുക്കണമെങ്കിൽ സർട്ടിഫിക്കറ്റ് പോലും നാണിച്ചു പോകും. ആ രീതിക്ക് ചരിത്രം എഴുതി പുസ്തകം ഇറക്കാൻ പറ്റത്തുള്ളൂ. കൊതമതിന്റെ സിനിമ എടുക്കണമെങ്കിൽ ഏപ്പടക്കാർ നാണിച്ചു പോകും. നിനക്ക് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ ഇതിന് ഏപ്പടമെന്നല്ല പറയണ്ട, വേറെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കൊതമതിന്റെ ചരിത്രം കൊണ്ടുപോയാൽ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ ഈ ലൈവിൽ വന്ന് നിനക്ക് വേറെ എന്തെങ്കിലും കിട്ടുമോ കൊതമതിന്റെ ചരിത്രം പറയുന്ന കഥവില്? അത് കൊള്ളാം. സ്വയം അങ്ങ് ട്രോളിച്ചാകുകയാ, കൊതമതിനെ അങ്ങ് ട്രോളിക്കൊല്ലുകയാ, സ്വയം അങ്ങ് ട്രോളിക്കൊല്ലുകയാ. കൊതമനെ അപ്പിക്കുപ്പായം എന്തിനാ ഉണ്ടാക്കി കൊടുത്തത്? അപ്പിക്കുപ്പായം എന്നത് തൂറാൻ പോയ പെണ്ണുങ്ങളെല്ലാം കുണ്ടി പൊക്കി വെച്ചിരുന്ന് തൂറിയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന നബിയുടെ കൂട്ടുകാരന്മാരുടെ സൗദ ഞാൻ നിന്റെ കുണ്ടി കണ്ടടി എന്ന് പറഞ്ഞ് കൂടെ ഉണ്ടായിരുന്ന സഹചാരന്മാര് സൗദയുടെയും ആയിഷയുടെയും മറ്റു ഭാര്യമാരുടെയൊക്കെ കുണ്ടി കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയത് കൊണ്ട് സൗദ വന്ന് പറഞ്ഞു, നിന്റെ കൂട്ടുകാരന്മാരെല്ലാം നിന്റെ സഹചാരന്മാരെല്ലാം ഞങ്ങളുടെ കുണ്ടി കണ്ടോണ്ടിരിക്കുക ഞങ്ങൾ തൂറാൻ പോയപ്പം എന്ന് വന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആണോ എന്നാ ഒരു കാര്യം ഇനി തൊട്ട് അപ്പിക്കുപ്പായത്തിൽ പോയിരുന്നു തൂറിക്കോ. അപ്പൊ കുപ്പായം മൂടി കിടക്കുന്നതൊന്നും അവന്മാർ കുണ്ടി കണ്ടാലും കുഴപ്പമൊന്നുമില്ല, ഇന്നാളുടെ കുണ്ടിയാണെന്ന് കണ്ടുപിടിക്കത്തില്ലല്ലോ, ജസ്റ്റ് കുണ്ടി മാത്രമല്ലേ കാണത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൂറാൻ വേണ്ടി കൊടുത്ത ഉടുപ്പ് അപ്പിക്കുപ്പായം എന്ന് പറയുന്ന ഉടുപ്പ് അതും തൂക്കി പിടിച്ച ഇന്നത്തെ തുലുക്കത്തി പെണ്ണുങ്ങളെല്ലാം ഇറാനില് കഴിഞ്ഞ ദിവസം ബോംബ് വീണപ്പോ അപ്പിക്കുപ്പായത്തിൽ കിടന്ന് ഒരുത്തി ഓടിയ ഓട്ടം കണ്ടില്ലേ? തൂറാൻ കൊടുത്ത ഉടുപ്പും എടുത്തോണ്ട് പോയിട്ട് വാർത്ത വായിക്കാൻ കയറിയിരിക്കുക. കഥ പോയ പോക്കേ കഥ പോയ പോക്കേ. തൂറാൻ കൊടുത്ത ഉടുപ്പ് എടുത്തോണ്ട് പോയിട്ട് അപ്പിക്കുപ്പായത്തിൽ പോയിരുന്ന് വാർത്ത വായിക്കുക. എവിടത്തെ നടക്കുന്ന കഥകളാണ് നോക്കിക്കൊള്ളണം. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എന്റെ പേജ് ഇതൊരു യുദ്ധഭൂമിയിൽ യുദ്ധം പോലെയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ പ്രതിരോധിക്കാനും നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാനും യുദ്ധം അഭ്യാസം വേണം പ്രിയ സഹോദരങ്ങളെ. ക്രിസ്ത്യാനി ഇതുവരെയും തിരിച്ചു പറഞ്ഞൊന്നും പഠിച്ചിട്ടില്ലല്ലോ. ഞാനും തിരിച്ചു വളർന്ന് പഠിച്ച വ്യക്തിയൊന്നുമല്ല, പക്ഷെ ഞാൻ ഇത് നേടിയെടുത്ത അഭ്യാസമാ. ഈ ലൈവിൽ ഇങ്ങനെ ആയി തീർന്നാലേ പറ്റത്തോളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ നേടിയെടുത്ത ഒരു അഭ്യാസമാ. മനസ്സിലായോ? അപ്പം ഷാബി അച്ചു, ഉമ്മയുടെ പേരാണോ പൊലയടിച്ച്? ഷാബി അച്ചുവിന്റെ ഉമ്മ പൊലയാടിച്ചൊരിക്കൽ ഹായ് പറയണമെന്നാ ഷാബി അച്ചു പറയുന്നത്. അപ്പൊ ഷാബി അച്ചുവിന്റെ ഉമ്മ പൊലയാടിച്ചയ്ക്ക് ഒരു ഹായ്. അയ്യോ, എന്റെ ലൈവിൽ വന്ന് ഓരോരുത്തരും ഉമ്മമാർക്കൊക്കെ ഒരു ഹായ് പറയാനായിട്ട് തോന്നിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, സമ്മതിച്ചു തരണം കേട്ടോ. ഷാബി അച്ചുവേ, നിന്റെ പൊലയാടിച്ച് ഉമ്മയ്ക്കൊരു ഹായ് മതിയോടാ? അത്രയും മതിയോ? ആ ഒരു ഹായിൽ മതിയോ? ആ പൊലയാടിച്ച് ഉമ്മയ്ക്കൊരു ഹായ് അത്രയും മതിയോ? ശരി, അത്രയും മതിയെങ്കിൽ അത്രയും കൊണ്ട് ഒതുക്കുക. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ പേടിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ
റീന പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അരോചകം തോന്നുന്നവർ കാണും, ബുദ്ധിമുട്ടുള്ളവർ കാണും. പക്ഷെ ഇതെല്ലാം നാളൊരു കാലത്ത് നിങ്ങൾ ചിന്തിക്കും. നാളൊരു കാലത്ത് ചിന്തിക്കും, അന്നേ എന്റെ മനസ്സ് കുറച്ചെങ്കിലും ധൈര്യപ്പെട്ടത് നന്നായി, അന്നേ എന്റെ മനസ്സ് കുറച്ച് പക്വതപ്പെട്ടത് നന്നായി, അന്നേ ഈ കാര്യങ്ങളെ കുറച്ച് എന്റെ ചെവിയിൽ കേൾക്കാൻ. കാരണം അത്രത്തോളം സെക്സും വൃത്തികേടുകളും മാത്രമാണ് ഇവന്മാരുടെ ലൈഫില്. ഒരു പെണ്ണിനെ കിട്ടിയാൽ ആദ്യം ഭോഗിക്കുക എന്ന് മാത്രമാണ്. ഇസ്രായേലിൽ നിന്നും പിടിച്ചോണ്ടുപോയ പെമ്പിള്ളാരെ അവിടെ കൊണ്ടിട്ട് ദിവസങ്ങളോളം ഭോഗിക്കുമായിരുന്നു. മാറിയും തിരിഞ്ഞും ദിവസങ്ങളോളം ഭോഗിക്കുകയായിരുന്നു ഇവന്മാര് ചെയ്തുകൊണ്ടിരുന്നത്. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ പിടികിട്ടിയോ പ്രിയ സഹോദരങ്ങളെ? അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്നതിനെ ഇവന്മാരുടെ കയ്യിൽ കിട്ടിയാൽ അവന്മാര് കേവലം കാണുന്നത് ഒരു ഭോഗവസ്തുവായിട്ടാണ്. കാരണം കൊതമത് അങ്ങനെയാ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ ഒരു രീതിക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? എന്നാൽ മാത്രമേ എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ പഠിക്കേണ്ട സമയമാണ്. ഇത് പഠിച്ചിരിക്കണം, പഠിച്ചേ പറ്റൂ. ചങ്കൂറ്റത്തോടെ ആരെങ്കിലും ഒരാൾ ഇറങ്ങണ്ടേ? വിപ്ലവം ഉണ്ടാക്കാൻ ഒരാളെങ്കിലും ഇറങ്ങണ്ടേ? മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ മനഃപൂർവ്വം ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു സ്വാതന്ത്ര്യത്തിനുള്ള ഒരു ചലനമെങ്കിലും ഉണ്ടായി. ആരെങ്കിലും ഒരാളെങ്കിലും എണ്ണീക്കണ്ടേ? എല്ലാവരും അയ്യോ അയ്യോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ തുലുക്കന്മാരെ കാലേ വാരി തല്ലാൻ പറ്റുന്നത്? ഇവന്മാരുടെ തെറിവിളിയും കേട്ട് സകല ക്രിസ്ത്യാനി പെണ്ണുങ്ങളും സകല ഹിന്ദു പെണ്ണുങ്ങളും വായി മൂടിക്കെട്ടി എന്തുവാ ഇവന്മാരുടെ ഭാര്യമാരെ പോലെയോ അല്ലെങ്കിൽ ഇവന്മാരുടെ വെപ്പാട്ടിമാരെ പോലെയോ തലകുനിച്ചു പോകേണ്ട ഗതികേടല്ലായിരുന്നു ഇത്രയും കാലം. ആണോ അല്ലയോ? എടാ കണ്ട കൊതമതിന്റെ മകത്തിൽപ്പെട്ടവന്മാര് സ്ത്രീ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ വന്ന് തെറി വിളിക്കും. എന്തിനാ? അവന്റെ അപ്പിക്കുപ്പായത്തിൽ കിടക്കുന്ന ഭാര്യയായിട്ട് അവന്റെ ഭാര്യയെ പോലെയാ ഇത്രയും കാലം ക്രിസ്ത്യാനി പെണ്ണും ഹിന്ദു പെണ്ണും തലകുനിച്ച് അവന്മാരുടെ തെറിയും കേട്ട് പോയിക്കൊണ്ടിരുന്നത്. ആണോ അല്ലയോ? അങ്ങനെയല്ലേ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നേ? നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഓരോ പേജുകൾ നോക്ക്. ഹിന്ദു പെൺപിള്ളാരുടെയും ക്രിസ്ത്യൻ പെൺപിള്ളാരുടെയും സോഷ്യൽ മീഡിയ പേജുകൾ മുഴുവനും തുലുക്കന്മാർ കയറിയിരുന്ന് പച്ചയ്ക്ക് തെറിവിളി. അവന്റെയൊക്കെ വെപ്പാട്ടികളെ പോലെയാ ആ പെണ്ണുങ്ങളെല്ലാം മിണ്ടാതെ തലകുനിച്ച് പോകുന്നത്. അവനൊക്കെ തെറി വിളിക്കാൻ പറ്റുന്ന വെപ്പാട്ടികളെക്കാളും കഷ്ടമായിട്ടാ അവളുമാർ മിണ്ടാതെ പോകുന്നത്. എന്തുകൊണ്ടാ? നാട്ടുകാരുടെ മുമ്പിലുള്ള മാനം കിട്ടാൻ വേണ്ടി. അതുകൊണ്ട് കണ്ടവന്റെ വെപ്പാട്ടിയെ പോലെ തെറി കേൾക്കും. കണ്ടവന്റെ വെപ്പാട്ടിയെ പോലെ അത് തെറി കേൾക്കുന്നത് എന്തിന്? നാട്ടുകാരുടെ മുമ്പിൽ സംസ്കാരം പിടിക്കാൻ വേണ്ടിട്ട്. നോ 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 നാട്ടുകാരുടെ മുമ്പിലല്ല നിനക്ക് പേരും വിലയൊക്കെ. അത് നിനക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിക്കോളും. പക്ഷെ നിന്നെ തേവിടിച്ച് എന്നും വെപ്പാട്ടി എന്നും വിളിക്കാൻ തക്കണം. നിന്നെ വെപ്പാട്ടിയെ പോലെ കണ്ട് നിന്നെ അവന്റെ കൊതം ഭോഗം നടത്തുന്ന ഒരു ഭോഗ വസ്തുവായി കാണുന്നത് കൊണ്ട് അവന്മാർക്ക് പച്ചയ്ക്ക് നിന്നെയൊക്കെ പറയാൻ തോന്നുന്നത്. അങ്ങനെ പറയുന്ന നാവിനെ പിഴുതെടുത്ത് പുറത്തേക്ക് വെക്കാൻ തക്കമുള്ള തന്റെ ഇടമുള്ളവൾ പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങൾ പുറത്തിറങ്ങണം. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാ പേജുകളിലൂടെ നിങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയാൽ ഇറങ്ങി എങ്ങ് ഓടിക്കോളും ഈ കണ്ടം വരുന്നവന്മാര്. അടിക്കുന്ന അടിയിലുണ്ടല്ലോ പിന്നെ നിൽക്കരുത്. ആ രീതിക്ക് നിങ്ങൾ പ്രതികരിച്ച് പഠിക്കണം. അതിനാ ഞാൻ ഈ പേജിലൂടെ സംസാരിക്കുന്നത്. ഇതിൽ കേൾക്കുമ്പോൾ അരോചകം തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? സ്ഥലം കാലിയാക്കി പോയിക്കോ. പറ്റുന്നവര് നേടിയെടുത്തോ. കാരണം ഇത് ഇന്നത്തെ കൊണ്ട് അവസാനിക്കുന്ന ലൈഫിനെ അല്ല ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇത് ഇന്നുകൊണ്ട് തീരുന്നതല്ല. ഇവന്മാര് ലോകം മുഴുവനും പിടിച്ചടക്കത്തക്കവണ്ണം ഇവർ പെറ്റു പെരുകിക്കൊണ്ടിരിക്കുകയാ. അവരുടെ മുമ്പിൽ നിന്റെ ഭാര്യ വെപ്പാട്ടിയാകരുത്, നിന്റെ അമ്മ വെപ്പാട്ടിയാകരുത്, നിന്റെ മകള് വെപ്പാട്ടിയാകരുത്. ധീര പോരാട്ട വനിതയായിട്ട് സ്വന്തം നമ്മുടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് കണ്ടവന്മാർക്ക് ശരീരം വിട്ടെറിഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളല്ല ഇന്ത്യൻ പെണ്ണുങ്ങൾ. പണ്ടത്തെ പെണ്ണുങ്ങള്. ഇന്നത്തെ പെണ്ണുങ്ങളാ മാനം വല്ലവൻ വിളിച്ചു ചോദിച്ചാലും ചുമ്മാതെ ചൂളിപ്പോയി കൊടുത്തിട്ട് പോകുന്ന പെണ്ണുങ്ങളുണ്ടായത്. ഉടുതുണി ഉരിഞ്ഞിട്ട് ആടുന്നതൊന്നും അവർക്ക് പ്രശ്നമില്ല ഇന്നത്തെ പെണ്ണുങ്ങൾക്ക്. സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഉടുതുണി ഉരിഞ്ഞ് ആടിയാലും അവർക്കൊന്നും പ്രശ്നമില്ല. അങ്ങനെയുള്ള പെണ്ണുങ്ങളാ ഇന്നത്തെ പെണ്ണുങ്ങള്. പക്ഷെ തിരിച്ച് 10 തെറി അങ്ങോട്ട് പറഞ്ഞാൽ മാത്രമേ ഉരുകിപ്പോകുന്ന പെണ്ണുങ്ങള്. ആഹാഹാ എന്ത് സോഷ്യൽ മീഡിയ വളർച്ചയും നോക്കിക്കൊണ്ടേ. ഉടുതുണിയില്ലാതെ ആടും, ഉടുതുണിയില്ലാതെ ഡാൻസ് കളിക്കും. ഇതെല്ലാം ഭയങ്കര മാന്യന്മാരായ പ്രകടനമാ കേരളത്തിലും അല്ല. തന്റെ മാനം വില പറഞ്ഞ് ചോദിക്കുന്നവനെ പച്ചക്ക് 2 തെറി വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവള് മോശക്കാരിയുമാകും. ഉടുതുണിയില്ലാതെ ഡാൻസ് കളിക്കുന്നവള് നല്ലവളുമാകും. തന്റെ മാനം വില പറയുന്നവനെ പച്ചയ്ക്ക് 2 തെറി വിളിച്ചു കഴിഞ്ഞാൽ അവൾ മോശക്കാരിയായി മാറുന്ന ഈ സംസ്കാരം കെട്ട ലോകത്തിൽ നിന്നും മാറി ചിന്തിക്ക് പ്രിയ സഹോദരങ്ങളെ. ഉടുതുണി അഴിച്ചിട്ട് ആടുന്നതല്ല ജീവിതം എന്ന് പറയുന്നത്. തന്റെ മാനത്തിന് വില പറയുന്നവനെ കാലേ വാരി തല്ലുന്നത് ആ പെണ്ണെന്ന് പറയുന്നവള്. മനസ്സിലായോ? ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് അതാ. ഉടുതുണി അഴിഞ്ഞാടി ആടി രസിച്ച് എല്ലാം കിടക്കും. പക്ഷെ അവർ ഭയങ്കര സംസ്കാരികളാ. എന്തുകൊണ്ടാ?
പച്ചയ്ക്ക് വന്ന് കൊതം ചോദിക്കുന്നവനും പച്ചയ്ക്ക് വന്ന് തെറി പറയുന്നവന്റെ മുമ്പിൽ തിരിഞ്ഞു മറുപടി പറയാത്തത് കൊണ്ട് അവർ നല്ല പെണ്ണുങ്ങളും ആകും. ഉടുതുണി ഇല്ലാതെ ആടിക്കളിച്ചാലും അവർ നല്ലവരാകും. പക്ഷേ മാനം മറിച്ച് മാനവും മര്യാദയ്ക്കും ജീവിക്കുന്ന പെണ്ണുങ്ങളോട് മാനത്തിന് വില പറഞ്ഞു വരുന്നവനെ ആ നാണയത്തിൽ തിരിച്ചടിച്ചുകൊണ്ട് പച്ചയ്ക്ക് 2 തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്ന് അവളുടെ നിലവാരം പോകുന്നു എന്ന് പറയുന്ന ഈ കൂതറ സമൂഹത്തിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല റീന ജീവിക്കുന്നത്. റീനയ്ക്കറിയാം റീന ആരാണെന്ന് പറഞ്ഞിട്ട്. പറഞ്ഞ മനസ്സിലായോ? റീനയ്ക്കറിയാം റീന ആരാണെന്ന് പറഞ്ഞുകൊണ്ട് റീന ജീവിക്കുന്നത്. മനസ്സിലായോ? അതുകൊണ്ട് ഈ തലമുറയെ മാനവും മര്യാദയും പറഞ്ഞു പഠിപ്പിക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നിങ്ങളുടെ മക്കളെ നിങ്ങളെ വളർത്തിയെടുക്കുക. ഈ കാലത്ത് തെറി പറഞ്ഞു പഠിക്കല്ലേ മക്കളെ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. തെറിക്കുത്തരം മുറി പത്തലാണോ? പത്തലെടുത്ത് കൈ കൊടുക്കണം. പോകുന്ന വഴിക്ക് അടിക്കാൻ പറയണം. അങ്ങനെ വേണം മക്കളെ വളർത്താനായിട്ട്. തെറിക്കുത്തരം മുറി പത്തലാണെന്നുണ്ടെങ്കിൽ 10 വെട്ടി തന്നെ അടിക്കണം. അത് ചെയ്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്. ഇവന്മാരൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഉണർന്ന് ജാഗരിക്ക്. എഴുന്നേക്കേണ്ട സമയത്ത് എഴുന്നേക്കുക. ചാവാറായ ശേഷിപ്പുകളെ ഉണർന്ന് ജാഗരിക്ക്. എഴുന്നേക്ക്. ആയുധം എന്താണോ അതിനകത്ത് കയറി നിന്ന് അടിക്കാൻ നോക്ക്. ദേശാധിപതിയെ ചെളിയിൽ നിന്നും ചവിട്ടി അടിക്കണമെങ്കിൽ ചെളിക്കകത്ത് നിന്ന് തന്നെ ദേശാധിപതിയെ അടിക്കണം. അതാ ചെയ്യേണ്ടത്. ദേശാധിപതി എന്ത് ചെയ്യണം? ചെളിക്കകത്ത്. അവൻ ചെളിയാണോ കൊണ്ടുവരുന്നത്? മുന്നും പിന്നും നോക്കരുത്. അവന്റെ ചെളി വാരി നിന്റെ ദേഹത്തെറിയുമ്പോൾ ആ ചെളിയും പേറിക്കൊണ്ട് നീ കണ്ടം വഴിക്ക് ഓടിക്കരഞ്ഞോണ്ട് പോകുന്നവളായോ? അല്ലെങ്കിൽ ആ ചെറിയും പേറിക്കൊണ്ട് നാണം കെട്ട് തല താഴ്ത്തി നിൽക്കുന്നവളായോ? ആ ചെളിയും പേറിക്കൊണ്ട് നീ അപമാനിച്ചും വാടയും കേട്ട് നിൽക്കുന്നവളായോ മാറരുത്. പിന്നെയോ നിന്നെ ചെളി വാരി എറിയാൻ തോന്നിയവന് പിന്നീട് ഒരിക്കലും ആ ചെളി എറിയാൻ തോന്നാത്ത വിധത്തില് അവനെ ആ ചെളിയിൽ നീ ചവിട്ടി താത്തിട്ട് അവന്റെ അണ്ണാക്കിനകത്തോട്ട് തിരികെ കയറ്റി കൊടുത്താൽ പിന്നീട് അവന് ചെളിയെടുക്കാൻ ജീവൻ തിരിച്ചു കിട്ടണ്ടോ? അങ്ങനെയാ ചെയ്യേണ്ടത്. അങ്ങനെയാ സ്ത്രീകളായി തീരേണ്ടത്. അങ്ങനെയാ പഠിക്കേണ്ടത്. കാരണം നിങ്ങളുടെ മാനത്തിന് വില പറയുന്നവന്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ. തിരിച്ചു 2 പറയുന്നതിലല്ല സ്ത്രീയുടെ മാനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഉടുതുണിയില്ലാതെ ആടിക്കളിക്കുന്നവർക്ക് ലൈക്കിട്ട് കൊടുക്കുന്ന സമൂഹമായി ഇന്നത്തെ സമൂഹം. പക്ഷെ അവരെ 10 തെറി വിളിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതെ തല താഴ്ത്തി കൊടുക്കും. തേവിടിച്ചുകളെ പോലെയും വേശികളെ പോലെയും അവർ മിണ്ടാതിരുന്ന് കൊടുക്കും. അവൾമാര് ഭോഗ വസ്തുവായി കണ്ടത് കൊണ്ടല്ലേ അങ്ങനെ വിളിക്കാൻ തോന്നുന്നത്? അപ്പോഴല്ലേ മിണ്ടാതെ പോകാൻ തോന്നുന്നത്? നീ സ്വയം സമ്മതിച്ചു കൊടുക്കുന്നത് കൊണ്ടല്ലേ? നിന്നെ കണ്ട ഒരുത്തൻ വന്നിട്ട് പച്ചയ്ക്ക് ഒരു തേവിടിച്ചയെ വിളിക്കുന്നത് പോലെ, ഒരു വേശ്യയെ വിളിക്കുന്നത് പോലെ നിന്നെ ഒരു അപവാദ വാക്ക് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോൾ നീ തല താഴ്ത്തി പോകുന്നുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ സ്വയം നീ ഒരു വേശ്യയായി മാറിക്കൊടുക്കുന്നത് കൊണ്ടല്ലേ? അവന് നിന്നെ വേശ്യയായി കാണാൻ നീ അവസരം ഒരുക്കി കൊടുക്കുന്നത് കൊണ്ടല്ലേ? അതുകൊണ്ടല്ലേ ചെയ്യുന്നത്? അവിടെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നിന്നെ വേശ്യയായിട്ട് കണ്ടു വാ തുറക്കുന്നവന്റെ അണ്ണാക്കിനകത്തോട്ടുണ്ടല്ലോ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു കൊടുത്തേക്കണം. പിന്നെ അവന് തോന്നരുത് നിന്നെ വേശ്യയെ പോലെ വിളിക്കാനുള്ള ഒരു അവന് തോന്നരുത്. സ്ത്രീകളെ സകലരും നിങ്ങൾ ഉണരണം. നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കേണ്ട സമയമാണിത്. ഒരുത്തനും മുമ്പിലും സ്ത്രീയുടെ സംസ്കാരം, ഇന്ത്യൻ സ്ത്രീകളുടെ സംസ്കാരം തന്റെ ശരീരം വിട്ടുകൊടുത്തില്ല. കണ്ട മുകളന്മാരെല്ലാം കേറി ഇറങ്ങി ഭർത്താക്കന്മാരെ കൊന്നൊടുക്കി സ്ത്രീ മാനത്തിന് വില പറഞ്ഞ് ജീവിച്ചവളാ സ്ത്രീ എന്ന് പറയുന്നവള്. അവളുടെ മാനത്തിന് വിലയില്ലാത്തവണ്ണം ഭർത്താക്കന്മാരെ കൊന്നൊടുക്കി പച്ചക്കിട്ട് അവളെ വ്യഭിചരിച്ച് ജീവിച്ച ഒരു മുഗള സംസ്കാരം ഇവിടെ ഉണ്ടാക്കിയിട്ട് ഈ ഹിന്ദു സംസ്കാരത്തെ തന്നെ നശിപ്പിച്ച്, ഇന്ത്യൻ സംസ്കാരത്തെ തന്നെ നശിപ്പിച്ചിട്ട് ഉടുതുണിയില്ലാത്ത ആട്ടക്കാരികളെ പോലെ പെണ്ണുങ്ങളെ മാറ്റിയെടുത്ത ഈ സമൂഹത്തിന് മുമ്പിൽ മാനമുള്ള പെണ്ണുങ്ങളായിട്ട് ജീവിക്കേണ്ടത് എങ്ങനെയെന്നറിയാമോ? തന്റെ മാനത്തിന് വില പറയുന്നവന്റെ അണ്ണാക്കിനകത്തോട്ട് പെട്രോൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അതങ്ങ് കത്തിച്ചങ്ങ് കൊടുത്തേക്കണം. താഴെയുള്ള സാധനം വരെ കത്തിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവന് വാ തുറക്കാൻ തോന്നത്തില്ല പെണ്ണിനെ നോക്കിയിട്ട്. ഇങ്ങനെയൊക്കെ സ്ത്രീകൾ ഉണർന്ന് ജാഗരിക്കേണ്ട സമയത്ത് നിങ്ങൾ വീണ്ടും ഇപ്പോഴും അയ്യോ റീന ഇങ്ങനെ തെറി പറയുന്നു പറയണം. ഇവന്മാർക്ക് തെറിക്കുത്തരം മുറി പത്തലാണെങ്കിൽ അത് കൊടുത്തേ പോകാവൂ. അല്ലാതെ വെറുതെ വിട്ടുപോകരുത് പ്രിയ സഹോദരങ്ങളെ. നിങ്ങളുടെ മക്കളെ പഠിപ്പീര്. നിങ്ങളും പഠിക്ക്. പുരുഷന്മാരും ഉണർന്ന് ജാഗരിക്ക്. സ്വന്തം ഭാര്യയുടെ മാനത്തിന് വില പറയുന്നവന് വെറുതെ വിട്ടേക്കരുത്. സ്വന്തം അമ്മയുടെ മാനത്തിന് വില പറയുന്നതിന് വെറുതെ വിട്ടേക്കരുത്. അവനോട് ആണത്വം കാണിച്ചു കൊടുക്കണം. എന്റെ അമ്മയുടെ മാനത്തിന് വില പറയാൻ നീ ആരാടാ എന്ന് ചോദിക്കത്തക്കവണ്ണം തന്റെ ഉള്ളവനായിരിക്കണം പുരുഷൻ. സ്വന്തം ശരീരത്തിനും മാനത്തിനും വില പറയുന്നു ചോദിക്കുന്നവന്റെ മുമ്പില് സ്വന്തം മാനത്തിന് വിലയുണ്ടെന്ന് കാണിക്കുന്നവളായിരിക്കണം സ്ത്രീ.
അങ്ങനെ ചോദിച്ചു വരുന്നവന്റെ സാധനം വെട്ടി എരിഞ്ഞിട്ടുണ്ടല്ലോ, അവന്റെ അണ്ണാക്കിനകത്തോട് തിരികെ കൊടുത്തിട്ട് പറയണം, എന്റെ മാനത്തിന് വില പറയാൻ നീ വളർന്നിട്ടില്ലടാ ചെറ്റേന്ന് പറയത്തക്കവണ്ണമുള്ള ഒരു തന്റെ ഇടമുള്ളവളായി മാറണം സ്ത്രീ. അല്ലാതെ 10 തെറി തിരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിന്റെ വിലയൊന്നും ഇടിഞ്ഞൊന്നും പോകത്തില്ല. അത് സംസ്കാരമില്ലാത്ത ആൾക്കാരുടെ ചിന്താഗതിയാ. ഉടുതുണിയില്ലാതെ ആടിക്കളിക്കുന്നവരുടെ ചിന്താഗതിയാ. അത് വിട്. സ്വന്തം മക്കളെ വിദേശ രാജ്യങ്ങളിലൊക്കെ വിട്ട് ഉടുതുണിയില്ലാതെ ആടിക്കളിച്ചിട്ട് ആ മാതാപിതാക്കളായി ഇവിടെ ഇരുന്നിട്ട് പറയുന്നത്, അയ്യോ റീനെ സംസ്കാരം വേണ്ടേ? റീനെ സംസ്കാരം അതിലല്ല. മാനത്തിന് വില പറഞ്ഞ് കളിക്കുന്നവന്റെ മുമ്പിൽ മൗനം പാലിച്ചു കൊടുത്തു പോകുന്നതിലല്ല സംസ്കാരമുള്ളത്. മാനത്തിന് വില പറയുന്നവന്റെ മുമ്പിൽ അവന്റെ മാനത്തിന് വില പറയാൻ തക്കണം പിന്നീട് വായി തുറക്കാതെ അവന്റെ അണ്ണാക്കിനകത്തോട്ട് അടിച്ചു കൊടുക്കുന്നതിന്റെ എല്ലാ സംസ്കാരം ഇരിക്കുന്നത്. അങ്ങനെയാ സ്ത്രീ വളരേണ്ടതും സ്ത്രീ പഠിക്കേണ്ടതും. പറഞ്ഞ മനസ്സിലായോ? എന്റെ ലൈവ് നിങ്ങൾക്കൊരു പാഠവും നിങ്ങൾക്ക് വളരാനൊരു അവസരവുമായിട്ട് എന്റെ ലൈവ് കാണേണ്ടത്. അല്ലാതെ നിങ്ങൾക്ക് എന്റെ ലൈവിനകത്ത് വേറെന്തെങ്കിലും നിങ്ങളുടെ സംസ്കാര ശൂന്യതയ്ക്ക് വല്ലതും കോട്ടം തന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആളുകൾ ശരിയല്ലെന്നുള്ളതാ. ഈ തുലുക്കന്മാർക്ക് കിടന്നു കൊടുക്കാൻ പറഞ്ഞാൽ കിടന്നു കൊടുക്കുന്ന ടൈപ്പുകളായതുകൊണ്ടാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പം അയ്യോ ഇങ്ങനെ പറയാൻ കൊള്ളാമോ ടീന എന്ന തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വർഗ്ഗങ്ങളെല്ലാം തുലുക്കൻ കിടന്നു ചോദിച്ചാൽ പോലും കിടന്നു കൊടുക്കും. കാരണം നമ്മൾ സംസ്കാരമുള്ളവരല്ലേ. തിരിച്ചു മറുപടി പറയുമ്പോൾ സംസ്കാരം പോകും, പക്ഷെ കിടന്നു കൊടുത്താൽ സംസ്കാരം പോകത്തില്ല എന്നുള്ള തരത്തിൽപ്പെട്ടവരാ. മനസ്സിലായോ? അതുകൊണ്ട് ഇതൊരവസരമായി കണ്ട് എന്റെ ലൈവിലൂടെ മനസ്സ് ധൈര്യപ്പെടുത്താനുള്ള അവസരമാ, മനസ്സ് പക്വതപ്പെടാനുള്ള അവസരമാ എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും എന്ത് ചെയ്യുക, ഓരോ ദിവസവും മുന്നേറാൻ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, കുറേ നേരം ഞാൻ ടെലവിയിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായോ? ഇവിടുത്തെ ഇത്രയും നേരം ഞാൻ നിന്നപ്പോഴേ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു കുഴപ്പവുമില്ല. ആളുകളെല്ലാം സേഫാണ്, സുരക്ഷിതരാണ്. ധൈര്യമായിട്ട് ആൾക്കാരെല്ലാം അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു, ജീവിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നതൊന്നും അല്ല സത്യം. ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഇവിടെ നിന്ന് കാണുമ്പോഴേ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാകത്തുള്ളൂ. കാരണം ഞാൻ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് തുലുക്കന്മാർക്ക് എന്റെ പേജിൽ വന്നാൽ കരയാൻ തോന്നുന്നത്. അങ്ങനെ തുലുക്കം വന്ന് കരയുമ്പോഴത്തേക്കും അവന്റെ തോന്നിയവാസം എന്റെ പേജിൽ എഴുതി തള്ളിയാൽ ആ തോന്നിയവാസത്തിന് ഞാൻ മറുപടി കൊടുക്കും. അതാണ് റീന. അല്ലാതെ അവന്റെ തോന്നിയവാസം കേട്ടിരിക്കുന്നവൾ റീന അല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ റീന കൊടുക്കുന്ന മറുപടി നിങ്ങൾക്ക് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ഇനി മേലെ ഈ ലൈവ് കയറാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. പറഞ്ഞ മനസ്സിലായോ? ബുദ്ധിയുള്ളവര് എന്നെ മനസ്സിലാക്കും, എന്നെ തിരിച്ചറിയും, ഞാൻ ആരാന്ന് മനസ്സിലാക്കും. ബുദ്ധിയില്ലാത്ത മരക്കഴുതകള് തുലുക്കന്റെ തന്ത്രങ്ങളിൽ മുഴുകിപ്പോയി സ്വന്തം അമ്മയും മക്കളെയും എല്ലാവരെയും എന്ത് ചെയ്യും? ഒരു കൂസലുമില്ലാതെ കണ്ടവന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ എങ്ങനെ നിങ്ങൾക്ക് പെരുമാറണമെന്നുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിലെ കെട്ടിടങ്ങളും സമുച്ചയങ്ങളും എല്ലാം ടെലവീവിൽ അങ്ങനെ എങ്ങനെയൊക്കെ തന്നെ ഇരിപ്പുണ്ട്. ഒരു കുഴപ്പവുമില്ല. എല്ലാം വളരെ മനോഹരമായും ഭംഗിയായും സമാധാനപരമായും ഒക്കെ തന്നെയാണ് ഈ ദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടല്ലോ പ്രിയ സഹോദരങ്ങളെ. അപ്പം കേരളത്തിലെ മാധ്യമങ്ങളെ ആരും നിങ്ങൾ എന്ത് ചെയ്യണ്ട, നമ്പണ്ട. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അനീഷ് PG, തീർച്ചയായിട്ടും സംസ്കാരമില്ലാത്തവൻ സംസാരിച്ചാൽ സംസ്കാരമില്ലാത്തവന് അങ്ങനത്തെ മറുപടിയെ കൊടുക്കാവൂ. സംസ്കാരമുള്ളവരോട് സംസ്കാരത്തിൽ കൊടുക്കാനുള്ളതാ മറുപടി, അല്ലാതെ സംസ്കാരമില്ലാത്തവന് കൊടുക്കാനുള്ളതല്ല. സത്യമായ കാര്യമാണ്. സംസ്കാരമില്ലാത്തവന് സംസ്കാരമില്ലാത്ത രീതിയിൽ തന്നെ മറുപടി കൊടുക്കണം. അതേ നാണയത്തിൽ തിരിച്ചടിക്കണം. അതോടുകൂടി അവന്റെ കാര്യത്തിനൊരു ഇതാവും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും ലഹിത്രോത്ത്.